إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സഹോദരന്മാരെ, സത്യവിശ്വാസികൾ, മനുഷ്യൻ സമൂഹമായി ജീവിക്കുന്ന അള്ളാഹുവിന്റെ സൃഷ്ടിയൻ. മനുഷ്യന്റെ പ്രകൃതം പരിശോധിച്ചാൽ ഒറ്റയ്ക്ക് ജീവിക്കുക എന്ന് പറയുന്നത് അസാധ്യമായ ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യർക്ക് സഹായികളും സുഹൃത്തുക്കളും കൂട്ടുകാരും ഇണയും തുണയും ഒക്കെ ആവശ്യമാണ്. അതിൽ ഒന്നല്ലെങ്കിൽ മറ്റൊരു നിലക്ക് എല്ലാ ആളുകൾക്കും പല തരത്തിൽ ഉണ്ടാകുന്ന ഒരു വിഭാഗമാണ് കൂട്ടുകാർ, സുഹൃത്തുക്കൾ എന്ന് പറയുന്നത്. ഇന്ന് ആളുകൾ സുഹൃത്തുക്കളായി തെരഞ്ഞെടുക്കുന്നത് ഭൗതികമായ നേട്ടങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ട് അല്ലെങ്കിൽ അത്തരം താൽപര്യങ്ങൾക്ക് വേണ്ടിയാണ്. എന്നാൽ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ കൂട്ടുകാരായി, സുഹൃത്തുക്കളായി സ്വീകരിക്കേണ്ടത് വിശ്വാസവും സൽസ്വഭാവവുമുള്ള ആളുകളെ ആയിരിക്കണം എന്ന് ഖുർആനും ഹദീസും പഠിപ്പിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ നല്ല കൂട്ടുകാരെയും ചീത്ത കൂട്ടുകാരെയും ഉദാഹരിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും. ഈ രണ്ടാളുകളുടെയും ഉദാഹരണം കഹാമിലിൽ മിസ്കി വനാഫിഖിൽ കീരി. നല്ല കൂട്ടുകാരന്റെ ഉദാഹരണം കസ്തൂരി കൊണ്ടുപോകുന്ന അല്ലെങ്കിൽ കസ്തൂരി വഹിക്കുന്ന ആളെ പോലെയാണ്. ചീത്ത സുഹൃത്തിന്റെ ഉദാഹരണം ഉലയിൽ ഊതുന്നവനെ പോലെയാണ്. ഉല എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ഈ ഇരുമ്പ് പണിക്കാർ, കൊല്ലന്മാർ, അവരുടെ ഇരുമ്പ് പഴിപ്പിക്കാൻ ഉപയോഗിക്കുന്ന അടുപ്പിനാണ് കീർ എന്ന് അറബി പറയാം. ഉല എന്ന് മലയാളത്തിൽ പറയും. ആ ഉലയിൽ ഊതുന്നവനെ പോലെയാകുന്നു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കസ്തൂരി വഹിക്കുന്നവൻ ഒന്നുകിൽ അവന്റെ വകയായി നിനക്ക് അല്പം ഗിഫ്റ്റായി നൽകിയേക്കാം, അല്ലെങ്കിൽ അവനിൽ നിന്ന് നിനക്ക് പൈസ കൊടുത്തു വാങ്ങാം, കുറച്ച് കസ്തൂരി പൈസക്ക് വാങ്ങാം. അതുമല്ലെങ്കിൽ അവൻ തന്നിട്ടില്ലെങ്കിലും നീ പൈസ കൊടുത്ത് വാങ്ങിയിട്ടില്ലെങ്കിലും ആ കസ്തൂരിയുടെ സുഗന്ധത്തിൽ നിന്ന് നിനക്ക് അല്പം ലഭിച്ചേക്കാം. അപ്പൊ മൂന്ന് നിലക്ക് നമ്മൾ ഈ കസ്തൂരിക്കാരന്റെ കൂടെ കൂടിയാൽ അതിന്റെ ഗന്ധം നമുക്ക് അനുഭവിക്കാൻ പറ്റും. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ സൂചിപ്പിക്കുന്നത്. ഒന്നുകിൽ കുറച്ചോൻ തരും, അല്ലെങ്കിൽ നമുക്ക് പൈസക്ക് വാങ്ങാം. രണ്ടും കിട്ടിയില്ലെങ്കിൽ അതിന്റെ മണത്തിന്റെ ഒരു സെന്റ് പുരട്ടിയ ഒരാളിൽ നിന്ന് നമുക്ക് മണം കിട്ടുന്നത് പോലെ അയാൾക്ക് മാത്രമല്ലല്ലോ, അതേപോലെ കസ്തൂരിയിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ഗന്ധം വാങ്ങിയില്ലെങ്കിലും അയാൾ തന്നില്ലെങ്കിലും ആ ഒരു ഗന്ധം നിനക്ക് കിട്ടും. ഇങ്ങനെയാണ് നല്ല കൂട്ടുകാരൻ. അതായത് നല്ല കൂട്ടുകാരന്റെ കൂടെ കൂടിയാൽ അയാൾ നമുക്ക് നല്ല കാര്യങ്ങൾ ഉപദേശിച്ചു തരും, നന്മകൾ പഠിപ്പിച്ചു തരും. ഇനി അതല്ലെങ്കിൽ അയാളുടെ കൂടെ നടന്നാൽ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതുപോലെ ഉപകാരം നല്ല മനുഷ്യന്റെ കൂടെ നടന്നാൽ കിട്ടും. അപ്പൊ അവനുമായിട്ടാണ് സഹവസിക്കേണ്ടത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദാഹരിക്കുകയാണ്. എന്നാൽ ചീത്ത കൂട്ടുകാരന്റെ ഉദാഹരണം നേരത്തെ പറഞ്ഞ ഈ കൊല്ലന്റെ അടുപ്പിൽ ഊതുന്ന ഒരുത്തനെ പോലെയാണ്. അതിലെന്താ ഉണ്ടാവുക? ആ അടുപ്പിൽ നിന്ന് ഇരുമ്പ് കാച്ചാൻ വേണ്ടി നല്ല കണലിട്ട് ഇങ്ങനെ കറക്കി അതിൽ നിന്ന് തീ പറക്കും. തീ പറക്കുമ്പോൾ അതിന്റെ തീപ്പൊരികൾ നിന്റെ വസ്ത്രത്തിലേക്ക് വീണ് നിന്റെ വസ്ത്രം ചിലപ്പോൾ കരിച്ചു കളയാം. ഇനി അതല്ലെങ്കിൽ ഈ ഇരുമ്പ് പഴിപ്പിച്ചതും തീ കത്തിയതും അതിന്റെ പുകയും അതിന്റെ ചീത്ത ഗന്ധവും നിനക്ക് അനുഭവപ്പെട്ടേക്കാം. എന്ന് പറഞ്ഞാൽ ഈ കൊല്ലന്റെ അടുപ്പിനടുത്ത് പോയിരുന്നാൽ നിനക്കൊരു നേട്ടവും കിട്ടാനില്ല. ഒന്നുകിൽ നിന്റെ വസ്ത്രം കരിയുക, അല്ലെങ്കിൽ മേലെവിടെങ്കിലും തീപ്പൊരി കൊണ്ട് പൊള്ളലേൽക്കുക, അല്ലെങ്കിൽ അതിന്റെ കരിയും പുകയും മണവും അനുഭവിക്കുക എന്നതല്ലാതെ നിനക്കതിൽ നിന്ന് ഒന്നും ഇങ്ങോട്ട് കിട്ടാനില്ല. ഇതാണ് ചീത്ത കൂട്ടുകാരന്റെ കൂടെ കൂടിയാൽ അവനിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ദുസ്വഭാവങ്ങളും ചീത്ത സംസാരങ്ങളും പെരുമാറ്റങ്ങളും നിന്നെ കരിച്ചു കളയും. എന്ന് പറഞ്ഞാൽ നിന്റെ വിശ്വാസത്തെയും സ്വഭാവത്തെയും കർമ്മങ്ങളെയും ഒക്കെ അത് നശിപ്പിച്ചേക്കാം. ഇനി ഒന്നുമില്ലെങ്കിൽ അവനിൽ നിന്നുള്ള ആ മണം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ചായ്വ് നിനക്ക് അവനോടുണ്ടാവുകയോ, അല്ലെങ്കിൽ ആളുകൾ നിന്നിൽ അങ്ങനെ ഇല്ലെങ്കിൽ പോലും നിന്റെ കൂട്ടുകാരൻ അവനല്ലേ എന്നുള്ള ഒരു അളവുകോൽ വെച്ചുകൊണ്ട് നമ്മെ അളക്കാനും സാധ്യതയുണ്ട്. കൂടുതൽ വിശദീകരണമില്ലാതെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഉദാഹരണം വളരെ കൃത്യമായും സത്യസന്ധമായും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്തിനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ പച്ചയായ രണ്ട് ഉദാഹരണങ്ങൾ ഉദാഹരിച്ചുകൊണ്ട് മുസ്ലിങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്തത്? നമ്മൾ നല്ല മനുഷ്യന്മാരെയാണ് കൂട്ടുകാരായി സ്വീകരിക്കേണ്ടത്, ചീത്ത ആളുകളെ കൂട്ടുകാരായി സ്വീകരിക്കാൻ പാടില്ല എന്നതുകൊണ്ടാണ്. നരകക്കാരായ ആളുകളെ സംബന്ധിച്ച്
ആ നരകത്തിലേക്ക് മുഖം കുത്തി വീഴുന്ന നരകത്തിൽ പെടുന്ന ഇബ്ലീസും അവന്റെ അനുയായികളും അവന്റെ മക്കളും ഈ ആളുകൾ നരകത്തിൽ വന്ന് പരസ്പരം തർക്കിച്ചുകൊണ്ടിരിക്കുന്ന ആയത്തുകൾ സൂറത്ത് ശുഅറയിലെ 94 മുതൽ 104 വരെയുള്ള ആയത്തുകളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചത് കാണാം. അവിടെ നരകത്തിലെത്തിയ പാപികളായ ആളുകൾ പറയുന്ന ഒരു കാര്യം നമുക്ക് കാണാം. ഫമാ ലനാ മിൻ ശാഫിഈൻ, നമുക്കിവിടെ ശുപാർശ നടത്തുന്ന ആളുകളിൽ നിന്ന് ആരും നമുക്കില്ലല്ലോ. വലാ സ്വദീഖിൻ ഹമീം, ഉറ്റ സുഹൃത്ത്. സ്വദീഖുൻ ഹമീം എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്ന ക്ലോസ് ഫ്രണ്ട്, അങ്ങനെയുള്ള ആരെയും ഇവിടെ കാണാൻ സാധിക്കുന്നില്ലല്ലോ. അള്ളാഹു ഒന്ന് ദുനിയാവിലേക്ക് തന്നെ നമ്മെ തിരിച്ചയക്കുകയാണെങ്കിൽ തീർച്ചയായും നമുക്ക് വിശ്വാസികളായി മാറാം എന്ന് അവർ അവിടെ വെച്ച് പറയുമെന്നാണ്. അപ്പൊ നല്ല കൂട്ടുകാരെ സ്വീകരിച്ചവർക്ക് ആ നല്ല കൂട്ടുകാരുടെ വഴിയിലൂടെ സഞ്ചരിച്ച് സ്വർഗത്തിലെത്താൻ പറ്റും. ദുനിയാവിൽ പലതരത്തിലുള്ള ആളുകളെയും സുഹൃത്തുക്കളായി സ്വീകരിച്ചവർ അവരുടെ കൂടെ കൂടി നരകത്തിലേക്ക് പോകുന്നു. ഇവിടെ ഞാൻ 2 ആയത്ത് മാത്രമേ ഇവിടെ ഓതിയിട്ടുള്ളൂ. അതിന്റെ മുമ്പ് പറയുന്ന കാര്യങ്ങളിൽ നിന്ന് പിശാചിന്റെ പിന്നാലെ പോവുകയും പിശാചുക്കളെ കൂട്ടാളികളായി സ്വീകരിക്കുകയും മനുഷ്യരിലും ജിന്നുകളിലും പെട്ട ശൈത്താന്മാരെ സുഹൃത്തുക്കളായും സ്വീകരിക്കുകയും ചെയ്ത ആളുകൾ പരലോകത്തുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കാൻ, നീയാണ് എന്നെ പഴപ്പിച്ചത്, അല്ല നീ സ്വയം പഴച്ചതാണ്, ഞാൻ എന്നെ പഴപ്പിച്ചിട്ടില്ല എന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും. ഇത് ഖുർആനിൽ ഒരുപാട് സ്ഥലങ്ങളിലുണ്ട്. അപ്പൊ അവിടെയും അവർ പരിതപിക്കുന്ന എന്താ, നമ്മൾ ദുനിയാവിൽ സുഹൃത്തുക്കളായി സ്വീകരിച്ച ആളുകളെ ഒന്നും ഇവിടെ കാണാനില്ല. അവരൊന്നും നമ്മുടെ സഹായികളായോ രക്ഷകരായോ ഇല്ല. ദുനിയാവിൽ എന്തിനും നമ്മുടെ കൂടെ കൂടിയിരുന്നു, എന്തിനും നമുക്ക് ശുപാർശ നടത്താനുണ്ടായിരുന്നു, നമ്മെ സപ്പോർട്ട് ചെയ്യാനുണ്ടായിരുന്നു. പക്ഷെ ഫമാ ലനാ മിൻ ശാഫിഈൻ, ഇവിടെ ശുപാർശക്കാരായി റെക്കമെൻഡ് ചെയ്യാനുള്ളവരായി ആരുമില്ലല്ലോ. ഒരു ക്ലോസ് ഫ്രണ്ടിനെയും ആത്മസുഹൃത്തിനെയും കാണാനില്ലല്ലോ. ഇല്ലാത്തതുകൊണ്ടല്ല, ഉപകാരമല്ല. ദുനിയാവിൽ അവർ അടുത്തുണ്ടായിരുന്നു, പക്ഷെ പരലോകത്ത് ഒരു ഉപകാരവും ചെയ്യാൻ സാധിക്കുന്നില്ല. അപ്പൊ നേട്ടമുണ്ടായില്ല എന്ന് മാത്രമല്ല, പരലോകത്ത് സഹായികളാകും എന്ന് വിശ്വസിച്ചവർ നമ്മുടെ ശത്രുക്കളായി മാറുന്ന കാഴ്ചയാണ് ഉണ്ടാകുന്നത് എന്നതാണ് ഈ ആയത്തുകളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്. അബ്ബാസി ഖലീഫമാരിൽ പ്രമുഖനായി അറിയപ്പെടുന്ന പല നിലക്കും ഒരാളാണ് ഖലീഫ മഅ്മൂൻ. സ്കൂളിലും കോളേജുകളിലുമൊക്കെ ഇസ്ലാമിക് ഹിസ്റ്ററിയും മറ്റുമൊക്കെ പഠിക്കുന്നിടത്ത് മതം പഠിക്കുന്നവരും അല്ലാത്തവരും ഒക്കെ പഠിക്കുന്ന ഒരാൾ ഖലീഫ മഅ്മൂൻ. അദ്ദേഹം പറഞ്ഞതായി ചില ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയത് കാണാം. മനുഷ്യന്മാർ 3 തരക്കാരാണ്. അതിൽ ഒന്ന് ഭക്ഷണം പോലെ ഒഴിവാക്കാൻ പറ്റാത്ത അനിവാര്യമായ തരത്തിൽപ്പെട്ട ആളുകൾ. ഭക്ഷണമല്ലാതെ ഒരാൾക്ക് ജീവിക്കാൻ കഴിയില്ല, എപ്പോഴും അയാൾക്ക് ഭക്ഷണം ആവശ്യമാണ്. ഇതുപോലെ ഒഴിവാക്കാൻ പറ്റാത്ത സുഹൃത്തുക്കൾ, അതാണ് ഒന്നാമത്തെ വിഭാഗമായി അദ്ദേഹം പരിചയപ്പെടുത്തുന്നത്. ആ ഒന്നാമത്തെ വിഭാഗം ഒഴിവാക്കാൻ പറ്റാത്ത സഹോദരന്മാർ എന്ന് പറഞ്ഞാൽ മറ്റു ചില ആളുകൾ അതിനെ വിശദീകരിച്ച് കാണാം അഹ്ലുസ്സഫ, തെളിഞ്ഞ ശുദ്ധമായ വിശ്വാസവും ശുദ്ധമായ പ്രവർത്തനവും ശുദ്ധമായ സ്വഭാവവുമുള്ള ഉറ്റ സുഹൃത്തുക്കളാക്കാൻ പറ്റുന്ന ആളുകൾ. ആ ആളുകളെ എന്നും നമുക്ക് ആവശ്യമുണ്ടാവും. രണ്ടാമത്തെ വിഭാഗം വല്ലപ്പോഴും ആവശ്യമുള്ള വിഭാഗമാണ്. എപ്പോഴും അവരെ നമുക്ക് ആവശ്യമുണ്ടാവുകയില്ല. ഏതുപോലെ മരുന്ന് പോലെ. മരുന്ന് എപ്പോഴും ആരും കുടിക്കൂല, അസുഖം ഉണ്ടാകുമ്പോൾ മാത്രമാണ് മരുന്ന് കഴിക്കുന്നത്. അപ്പൊ ആവശ്യമായി വരുമ്പോൾ മാത്രം ഉപയോഗപ്പെടുത്താവുന്ന ഒരു തരം മനുഷ്യന്മാർ, സുഹൃത്തുക്കൾ ഉണ്ട്. അവരെ ആ ഘട്ടത്തിൽ മാത്രം നമുക്ക് കൂട്ടുകാരായി കൂട്ടിയാൽ മതി. മൂന്നാമത്തേത് വളരെ മോശമായ ആളുകളാണ്. അതായത് ഒരിക്കലും ആവശ്യമില്ലാത്ത ആളുകൾ. ആ ആളുകളെ നമ്മൾ ഒരിക്കലും കൂട്ടുകാരായി സ്വീകരിക്കേണ്ടതില്ല. അത് ദുഷിച്ച സ്വഭാവത്തിന്റെയും വിശ്വാസത്തിന്റെയും കാപട്യത്തിന്റെയും ആളുകളാണ്. അവരെ എന്നും ആവശ്യമില്ല, ഇടക്കിടക്കും ആവശ്യമില്ല, ഒരിക്കലും ആവശ്യമില്ല. അപ്പൊ ഈ പറഞ്ഞതിൽ നിന്ന് എപ്പോഴും നമ്മുടെ സുഹൃത്തുക്കളായിരിക്കേണ്ട നല്ല മനുഷ്യന്മാരുണ്ട്. ആവശ്യത്തിന് മാത്രം കൂട്ടുകൂടേണ്ടുന്ന അല്ലെങ്കിൽ അവരുമായി സഹവസിക്കേണ്ടുന്ന, ആവശ്യം വരുമ്പോൾ മാത്രം സുഹൃത്തുക്കളാക്കേണ്ടുന്ന അല്ലെങ്കിൽ കൂടെ കൂടേണ്ടുന്ന ആളുകൾ. ഈ നോട്ടമൊന്നും ഇല്ലാതെയാണ് നമ്മളിൽ പലരും എല്ലാ ആളുകളോടും ഒപ്പം കൂട്ടുകൂടുകയും എല്ലാവരെയും സുഹൃത്തുക്കളായി സ്വീകരിക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗം ആളുകൾ. മറ്റൊരു വിഭാഗം മനുഷ്യന്മാർ ദുനിയാവിൽ ഭൗതികമായ നേട്ടത്തിനു വേണ്ടി ഉപകാരം കിട്ടുന്നിടത്തൊക്കെ ആളെ നോക്കാതെ, അവന്റെ സ്വഭാവം പെരുമാറ്റം നോക്കാതെ എല്ലാവരെയും കൂട്ടുകൂട്ടുന്നവർ. ഇതൊക്കെ നാശത്തിന്റെ മാർഗങ്ങളാണ് എന്നതാണ് ഈ പറഞ്ഞതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റു ചില ആളുകൾ പറഞ്ഞതായി കാണാം, സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞാൽ അതിന്റെ ഉദാഹരണം 2 കൈകളെ പോലെയാണ്. ഒരാളുടെ ഒരു കൈ മാത്രം ഉണ്ടായാൽ അയാൾക്ക് ശരീരം മുഴുവൻ കഴുകാനോ വൃത്തിയാക്കാനോ ഉദ്ദേശ കാര്യങ്ങൾ ചെയ്യാനോ സാധിക്കുകയില്ല. നമ്മുടെ ഒരു കൈ കൊണ്ട് വലത് കൈ കൊണ്ട് ഇടത് കൈയെയും ഇടത് കൈ കൊണ്ട് വലത് കൈയിനെയും അല്ലെങ്കിൽ രണ്ടും ചേർത്തും നമ്മൾ കഴുകുകയും കുളിക്കുകയും വൃത്തിയാക്കുകയും ഒക്കെ ചെയ്യുന്നു. അവിടെ നിന്നാണ് 2 കൈയും പരസ്പരം ഉപകാരപ്പെടുന്നു. ഇതുപോലെ നമ്മെ ശുദ്ധീകരിക്കാൻ പറ്റുന്ന, കഴുകാൻ പറ്റുന്ന,
വൃത്തിയാക്കാൻ പറ്റുന്നവനായിരിക്കണം ഒരു കൈയെ പോലെ നമ്മുടെ സുഹൃത്ത്. ഒരു കൈ കൊണ്ട് മറ്റൊരു കൈയെ നമ്മൾ നേരെയാക്കുന്നു, ഒരു കൈ മറ്റേ കൈയെ സഹായിക്കുന്നു, ഒരു കൈ മറ്റേ കൈയോടൊപ്പം നമ്മുടെ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകുന്നു. ഇങ്ങനെ എല്ലാ വിഷയങ്ങളും രണ്ട് കൈയും നമ്മൾ പരസ്പരം ഉപയോഗപ്പെടുത്തുന്നു. ഈ കൈകളെപ്പോലെ നമ്മെ നന്നാക്കാനും കഴുകാനും സഹായിക്കാനും സഹകരിക്കാനും പങ്കുചേരാനും പറ്റുന്ന ആളുകളായിരിക്കണം ഏത് കാര്യത്തിൽ? നല്ല കാര്യങ്ങളിൽ. അതായിരിക്കണം നമ്മുടെ സുഹൃത്തുക്കൾ എന്നതാണ്. മനുഷ്യന്മാർ പലതരക്കാരാണ്. ഒരു നിരൂപകൻ പറഞ്ഞു, മനുഷ്യർ പലതരക്കാരാണ്, അവരെ നമ്മൾ രുചിച്ചറിയണം. ഏതുപോലെ? മരങ്ങളെപ്പോലെ. മരത്തിൽ മധുരിക്കുന്ന പഴങ്ങളുണ്ടാകുന്ന മരങ്ങളുണ്ട്, എന്നാൽ യാതൊരു രുചിയുമില്ലാത്തവയും ഫലമുണ്ടാകാത്തതുമായ മരങ്ങളുമുണ്ട്. ചില മരങ്ങൾക്ക് തണലുണ്ടാകും, എന്നാൽ അതിൽ കായ ഉണ്ടാവുകയില്ല. ചിലതിൽ കായ ഉണ്ടാകും, അതിന് തണലുണ്ടാവുകയില്ല. ചിലതിൽ കായയും തണലും ഉണ്ടാകും, ചിലതിൽ കായയോ തണലോ ഉണ്ടാവുകയില്ല. ഇതൊന്നും വിശദീകരിക്കേണ്ട കാര്യമില്ല. ഇതുപോലെ ഇങ്ങനെയാണ് മരങ്ങളും ചെടികളുമൊക്കെ. അപ്പൊ ഇതിൽ നമ്മൾ സ്വീകരിക്കേണ്ടത് കായയും തണലുമുള്ള മരങ്ങളെ എന്ന് പറഞ്ഞാൽ നമുക്കും ഉപകാരപ്പെടുന്ന, നേട്ടമുണ്ടാകുന്ന, നേട്ടം എന്ന് പറഞ്ഞാൽ ഭൗതിക നേട്ടമല്ല, മതപരമായും സ്വഭാവപരമായും വിശ്വാസപരമായും ഒക്കെ വിഹത്തിലും പരത്തിലും ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന നല്ല കായക്കനികളുള്ള, അതുപോലെ തന്നെ വിഷമവും പ്രയാസവും ഉണ്ടാകുമ്പോൾ ആശ്വസിപ്പിക്കുവാനും സമാധാനിപ്പിക്കുവാനും ക്ഷമിക്കാൻ ഉപദേശിക്കുവാനും തഴസിയത്ത് നടത്താനും ഒക്കെ പറ്റുന്ന, അതാണ് തണല്. ഇങ്ങനെ കായും തണലുമുള്ള മരങ്ങളെപ്പോലെയുള്ള മനുഷ്യന്മാരെയാണ് നാം കൂട്ടുകാരായി സ്വീകരിക്കേണ്ടത് എന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ആരെ തെരഞ്ഞെടുക്കണം? സാധാരണ മലയാളത്തിൽ ഒരു ചൊല്ലുണ്ട്, ചങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ട എന്ന്. കണ്ണാടി നമ്മുടെ മുഖവും ശരീരവും സൗന്ദര്യക്കേടും ഒക്കെ നമുക്ക് കാണിച്ചു തരുന്നു. ഇതുപോലെ നല്ല ചങ്ങാതിയാണെങ്കിൽ നമ്മെ സോപ്പിട്ട് നമ്മുടെ കൂടെ കൂടി അങ്ങോട്ട് ആനുകൂല്യം പറ്റുന്നവനല്ല യഥാർത്ഥ ചങ്ങാതി. മറിച്ച് ഒരു കണ്ണാടി സുന്ദരമായ മുഖത്തെയും കാണിക്കുന്നു, വികൃതമായ മുഖത്തെയും കാണിക്കുന്നു, നിറവും കാണിക്കുന്നു, നിറക്കേടും കാണിക്കുന്നു, കലയും പുള്ളിയും ഒക്കെ കാണിക്കുന്നു, ശുദ്ധമായ എല്ലാം കണ്ണാടി കാണിച്ചു തരുന്നു. എന്തുണ്ടോ അതിങ്ങോട്ട് പ്രതിഫലിപ്പിക്കുന്നു. അപ്പോൾ നമ്മൾ നല്ലതുണ്ടെങ്കിൽ നമുക്ക് അത് പറഞ്ഞു തരികയും പ്രശംസിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും, ചീത്ത കാര്യങ്ങളുണ്ടെങ്കിൽ നിന്നിൽ ഇന്ന തകരാറുണ്ട്, ദോഷമുണ്ട് എന്ന് ഉപദേശിക്കുകയും തിരുത്താൻ വേണ്ടി ആവശ്യപ്പെടുകയും, നന്മയുണ്ടാകുമ്പോഴും നമ്മുടെ കൂടെ നിൽക്കുകയും വിഷമവും പ്രയാസവും ഉണ്ടാകുമ്പോഴും നമ്മെ സഹായിക്കുകയും സഹകരിക്കുകയും ഉപദേശിക്കുകയും ഗുണദോഷിക്കുകയും ചെയ്ത് നമ്മുടെ കൂടെ നിൽക്കുന്ന കണ്ണാടിയാകുന്ന ശരിയായ കണ്ണാടി പോലെ നല്ല ചങ്ങാതിമാരുണ്ടാകണം. ചന്ദനം ചാരിയാൽ ചന്ദനം മണക്കും, ആല ചാരിയാൽ ചാണകം മണക്കും. ഇത് മലയാളത്തിലുള്ള പഴമൊഴിയാണ്. എന്ന് പറഞ്ഞാൽ എങ്ങോട്ടാണോ നമ്മൾ ചാഞ്ഞു നിൽക്കുന്നത് അത് നമ്മളിലേക്ക് ഇങ്ങോട്ട് പകരും. അതുകൊണ്ട് നല്ലതിന്റെ കൂടെ, നല്ല സുഹൃത്തുക്കളുടെ കൂടെ കൂടണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അർ റജുലു, ചില റിപ്പോർട്ടിൽ അൽ മർഉ അലാ ദീനി ഖലീലിഹി, ഒരു മനുഷ്യൻ അവന്റെ ഖലീൽ ഇടപഴകി ജീവിക്കുന്ന സുഹൃത്തിന്റെ മതത്തിലായിരിക്കും. എന്ന് പറഞ്ഞാൽ നമ്മൾ ഏതൊരുത്തനോടാണോ സഹകരിക്കുന്നത് അവന്റെ മതപരമായ വിശ്വാസവും പ്രവർത്തനങ്ങളും സ്വഭാവങ്ങളിലുമായിരിക്കും കൂട്ടാളിയാകുന്ന ഞാനും നമ്മളും. എന്ന് പറഞ്ഞാൽ അതൊക്കെ ഇങ്ങോട്ട് പകരും. അതുകൊണ്ട് ഫൽ യൻദുർ അഹദുക്കും മൻ യുഖാലിൽ, ആരുമായിട്ടാണ് കൂട്ടുകൂടേണ്ടത് എന്ന് നിങ്ങളിൽ ഓരോരുത്തരും ചിന്തിക്കട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം. അപ്പോ ആരെ കൂട്ടുകാരനായി സ്വീകരിക്കണം? സ്കൂളിലാകട്ടെ, മദ്രസയിലാകട്ടെ, കോളേജിലാകട്ടെ, ജോലിസ്ഥലത്താകട്ടെ, പൊതുസ്ഥലങ്ങളിലാകട്ടെ, ഇടപാടുകളിലാകട്ടെ, എല്ലാ മേഖലകളിലും അതാത് മേഖലകളിലെ സുഹൃത്തുക്കൾ ഉണ്ടാകും. ആ സുഹൃത്തുക്കളെ നമ്മൾ തെരഞ്ഞെടുക്കേണ്ടത് നമ്മുടെ വിശ്വാസത്തെയും പ്രവർത്തനത്തെയും സ്വഭാവത്തെയും നന്നാക്കുകയും ഉപദേശിക്കുകയും ചെയ്യുന്ന നല്ല മതമുള്ള, നല്ല വിശ്വാസമുള്ള, നല്ല സ്വഭാവമുള്ള മനുഷ്യന്മാരെയാണ്. നിറവും കോലവും അല്ലെങ്കിൽ നേട്ടങ്ങളും ഭൗതികമായ മെച്ചങ്ങളും മാത്രം നോക്കി ആരെയും കൂട്ടുകാരായി സ്വീകരിക്കരുത് എന്ന കടുത്ത ശക്തമായ ഉപദേശമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിലൂടെ പഠിപ്പിച്ചിട്ടുള്ളത്. അൽ മുഅ്മിനു മിർആത്തുൽ മുഅ്മിൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നേരത്തെ പറഞ്ഞ കണ്ണാടി പോലെ ഒരു മുഅ്മിൻ മറ്റൊരു മുഅ്മിനിന്റെ കണ്ണാടിയാണ്. ഒരു കണ്ണാടി നമ്മെ എങ്ങനെ കാണിച്ചു തരുന്നുവോ അതുപോലെ ഉള്ളതുപോലെ നമ്മെ സോപ്പിട്ടിട്ട് പറഞ്ഞാൽ എന്തുണ്ടാവും, വെറുപ്പുണ്ടാവോ, സൗഹൃദം നശിച്ചു പോകുമോ എന്നതുകൊണ്ട് തിന്മ ചെയ്താലും സപ്പോർട്ട് ചെയ്യുക, ദോഷമുണ്ടെങ്കിൽ മിണ്ടാതിരിക്കുക, അങ്ങനെയുള്ളവനല്ല. മറിച്ച് ഒരു സത്യവിശ്വാസി മറ്റൊരു സത്യവിശ്വാസിയുടെ കണ്ണാടിയാണ്. വിശദീകരിക്കേണ്ടതില്ല. ആ കണ്ണാടി പോലെ നമുക്ക് ഉള്ളതുപോലെ പറഞ്ഞു തരണം. അൽ മുഅ്മിനു അഖുൽ മുഅ്മിൻ, ഒരു മുഅ്മിൻ മറ്റൊരു മുഅ്മിനിന്റെ സഹോദരനാണ്. ഇത് നമ്മൾ നേരത്തെ വിശദീകരിച്ചു പോയതാണ്. യകുഫു അലൈഹി ലൈഅതഹു വയഹൂതുഹു മിൻ വറാഇഹി, അവന് നഷ്ടപ്പെട്ടു പോകുന്ന കാര്യങ്ങളെ തടയുകയും അവനെ പിന്നിൽ നിന്ന് വലയം ചെയ്ത് സംരക്ഷിക്കുകയും ചെയ്യുന്ന ആളാകുന്നു രണ്ട് വിശ്വാസികൾ തമ്മിൽ. അങ്ങനെ ആയിരിക്കണം, അതുപോലെയാകണം. അങ്ങനെയുള്ള വിശ്വാസികളാകുന്ന സുഹൃത്തുക്കളായി കണ്ണാടികളായി മാറണം എന്നതാണ്.
മറ്റൊരു ഹദീസിൽ നേരത്തെ വിശ്വാസികൾ തമ്മിലുള്ള സൗഹൃദവുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കിയ ഒരു ഹദീസാണ്. 3 കാര്യങ്ങൾ ആരിലുണ്ടോ അവൻ വിശ്വാസത്തിന്റെ മാധുര്യം അനുഭവിച്ചിരിക്കുന്നു. അതിൽ രണ്ടാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് വഅൻ യുഹിബ്ബൽ മർഅ ലാ യുഹിബ്ബുഹു ഇല്ലാ ലില്ലാഹ്. ഒരുത്തൻ മറ്റൊരുത്തനെ ഇഷ്ടപ്പെടുക എന്നതാണ്. എന്തിനു വേണ്ടിയാണ് ഇഷ്ടപ്പെടുന്നത്? ലാ യുഹിബ്ബുഹു ഇല്ലാ ലില്ലാഹ്. ദുനിയാവിന് വേണ്ടിയല്ല. പണ്ടൊക്കെ ആണെങ്കിൽ ആളുകൾ ബീഡിക്കുറ്റി കൈമാറ്റം ചെയ്യാൻ ഒരുത്തം വലിച്ചിട്ട് പകുതി ബീഡി ഇങ്ങോട്ട് കൊടുക്കുക, അല്ലെങ്കിൽ പുകവലിക്കാരന് സിഗരറ്റ്, ഒരു തീപ്പെട്ടിക്കൊള്ളി, ഇതൊക്കെ ഉപകാരങ്ങളാണ്. ഇങ്ങനെ എന്തെങ്കിലും ചില്ലിക്കാശനോ 10 പൈസയുടെയോ ഒരു കട്ടൻ ചായയുടെയോ ഉപകാരത്തിന് വേണ്ടിയല്ല, മറിച്ച് ഒരുത്തൻ മറ്റൊരുത്തനെ ഇഷ്ടപ്പെടുന്നു. ലാ യുഹിബ്ബുഹു ഇല്ലാ ലില്ലാഹ്. അള്ളാഹുവിന് വേണ്ടിയല്ലാതെ ഒരുത്തൻ മറ്റൊരുത്തനെ ഇഷ്ടപ്പെടുന്നില്ല. അപ്പൊ ഒരു മുസ്ലിം മറ്റൊരുത്തനെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ, മറ്റൊരു മുസ്ലിമിനെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ, ഒരാളെ കൂട്ടുകാരനും സുഹൃത്തുമായി സ്വീകരിക്കുന്നുവെങ്കിൽ അത് അള്ളാഹുവിന് വേണ്ടിയായിരിക്കണം. അള്ളാഹുവിന് വേണ്ടി എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ മാർഗത്തിലാകണം, അള്ളാഹുവിന്റെ വിഷയത്തിലാകണം, അതായത് ദീനിന്റെ കാര്യത്തിലാകണം, ദീനുമായി ബന്ധപ്പെട്ട വിഷയത്തിലാകണം. ദുനിയാവിലും ആഖിറത്ത് പരലോകത്തിലും വിശ്വാസിക്ക് മതപരമായും അല്ലാതെയും ഉപകാരവും സഹായം കിട്ടുന്ന തരത്തിലായിരിക്കണം, അതിനുവേണ്ടിയായിരിക്കണം ഇഷ്ടപ്പെടേണ്ടത്. എന്നാൽ ആലോചിച്ചു നോക്കൂ, ഇങ്ങനെയുള്ളവൻ വിശ്വാസത്തിന്റെ മധുരിമ കണ്ടെത്തിയിരിക്കുന്നു എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. ഇവിടെ ഭൗതികമായ യാതൊരു താല്പര്യവുമില്ല. ഇന്ന് ഭൂരിഭാഗം മനുഷ്യന്മാരും സുഹൃത്തുക്കളായി സ്വീകരിക്കുന്നത് മതത്തിന്റെ കാര്യത്തിൽ എന്നെ അവൻ സഹായിക്കും, ദുനിയാവിൽ അവൻ ആ വിഷയത്തിൽ എന്നെ മതത്തിന്റെ വഴിയിലേക്ക് കൊണ്ടുപോകും, നാളെ പരലോകത്ത് സ്വർഗത്തിലും എനിക്ക് അവൻ കൂട്ടുകാരനാകും, ദുനിയാവിൽ ഞാൻ അവനെ കൂട്ടുകാരനാക്കിയതിന്റെ പേരിൽ പരലോകത്ത് അവന്റെ കൂട്ട് സ്വർഗത്തിൽ പോകാൻ സ്വർഗത്തിലും എനിക്ക് അവൻ കൂട്ടാളിയാകും, ആ സഹകരണം ഉപകാരപ്പെടും എന്ന നിലക്കല്ല. ഭൗതികമായി എന്ത് നേട്ടമുണ്ട് എന്നതാണ് മിക്ക ആളുകളും സുഹൃബന്ധത്തിന്റെ ആധാരമായി സ്വീകരിക്കുന്നത്. ഇത് ഒരിക്കലും ഒരു മുസ്ലിം സ്വീകരിക്കാൻ പാടില്ലാത്ത കാര്യമാണ് എന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇവിടെ ഉണർത്തിയിട്ടുള്ളത്. ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം വിശുദ്ധ ഖുർആനിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ആവർത്തിച്ചിട്ടുള്ളതാണ്. അതിൽ സൂറത്തു സ്വാദിലെ 22, 23, 24 വചനങ്ങളിൽ പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ടാവും. 2 ആളുകൾ അദ്ദേഹത്തിന്റെ വീടിന്റെ മതില് ചാടി ഉള്ളിലേക്കിറങ്ങി. 2 ആളുകൾ കടന്നു വന്നു. അദ്ദേഹം പേടിച്ചുപോയി. അപ്പൊ ഈ കടന്നു വന്ന ആളുകൾ പറയാണ്, നിങ്ങൾ പേടിക്കണ്ട, ഞങ്ങൾ ഒരു വിഷയത്തിൽ പരസ്പരം തർക്കിച്ചുകൊണ്ടിരിക്കുന്ന 2 തർക്കം നടത്തുന്ന ആളുകളാണ്. നീതിമത്തായി ഞങ്ങൾക്കിടയിൽ അന്യായം കാണിക്കാതെ ഞങ്ങൾക്കിടയിൽ വിധി കൽപ്പിക്കണം ഞങ്ങളുടെ പ്രശ്നത്തിൽ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തോട് പ്രശ്നം അവതരിപ്പിച്ചു. എന്താണ് പ്രശ്നം? ഒരു കൂട്ടുകാരന് 99 ആടുകളുണ്ട്, മറ്റേ കൂട്ടുകാരന് ഒരാടേയുള്ളൂ. അപ്പൊ ഈ 99 ആടുള്ളവൻ ഒരാട് മാത്രമുള്ളവനോട് പറഞ്ഞു, നീ അതുകൂടി എന്നെ ഏൽപ്പിച്ചേക്കൂ എന്ന് പറഞ്ഞ് അവനോട് അതിനെ നിർബന്ധിക്കുകയും ആവശ്യപ്പെടുകയും അങ്ങനെ സംസാരത്തിൽ മറ്റവനെ കീഴ്പ്പെടുത്തുകയും ഈ ഒരാടുള്ളവൻ എന്നാ പിന്നെ കടന്നോട്ടെ 99 അവന്റെ അടുക്കൽ, എനിക്ക് ഒന്നേ ഉള്ളൂ, ഈ ഒന്നുകൂടി 99 ആടുള്ളവന് കൊടുക്കേണ്ടി വന്നു എന്നതാണ്. അപ്പൊ രണ്ടാളും തമ്മിൽ തർക്കായി. ഈ തർക്കത്തിൽ വിധി പറയാനാണ് ദാവൂദ് നബിയുടെ അടുക്കൽ ഇവർ ചെന്നത്. ലഖദ് ലലമക ബിസുആലി നഅജതിക ഇലാ നിആജിഹി. ഒരാടുള്ളവനോട് എന്റെ പക്കൽ 99 ഉണ്ട് എന്ന് പറഞ്ഞ് അവനെ സംസാരിച്ചു വശീകരിച്ച് ആ ആടിനെ കൂടി കയ്യിലാക്കിയവൻ അവനോട് അക്രമം അനീതി പ്രവർത്തിച്ചിരിക്കുന്നു എന്ന് ദാവൂദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇത് പറയാനല്ല ഞാൻ ഈ കാര്യം അതിന്റെ ശേഷം അല്ല പറയാൻ. വഇന്ന കസീറൻ മിനൽ ഖുലതാ ലയബ്ഗി ബഅദുഹും അലാ ബഅദ് ഇല്ലല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്തി വഖലീലും മാ ഹും. ഖലത എന്നാൽ കൂട്ടിച്ചേർക്കുക, മിക്സ് ചെയ്യുക എന്നാണ് അർത്ഥം. ഇപ്പൊ പണ്ടൊക്കെ ഗൾഫിലുണ്ടായിരുന്നു, ഇപ്പൊ നമ്മുടെ നാട്ടിലും ഈ കോൺക്രീറ്റ് കൊണ്ടുപോകുന്ന ടാങ്കർ ലോറി പോലുള്ള സാധനമുണ്ട്. സിമന്റ്, മണല്, പിന്നെ മെറ്റല്, പിന്നെ അതിൽ ചേർക്കാനുള്ള കെമിക്കല്, വെള്ളം, ഇതൊക്കെ അതിൽ ചേർത്തിട്ട് പ്രത്യേക അളവിൽ, പാകമായ അളവിൽ കൊണ്ടുപോകും. സൈറ്റിലെത്തുമ്പോൾ അത് കൂട്ടിക്കുവച്ചിട്ട് കോൺക്രീറ്റ് ആക്കി മാറ്റുന്നത്. അപ്പൊ അത് കൂട്ടിക്കലർന്നത്. ഈ വണ്ടിക്ക് അറബി പറയുന്ന പേര് ഹല്ലാത്ത എന്നാണ്, മിക്സർ, കൂട്ടിക്കുവയ്ക്കുന്ന സാധനം. അപ്പൊ ഇവിടെ ഹുലത്ത, ഹലീത്ത് ഹുലത്ത എന്ന് പറഞ്ഞാൽ പരസ്പരം ഇടകലർന്ന് കൂടിച്ചേർന്ന് ജീവിക്കുന്ന സുഹൃത്തുക്കൾ എന്നാണ്. ഈ സുഹൃത്തുക്കളിൽ ഇടകലർന്ന് ജീവിക്കുന്നവരിൽ പലരും ലയബ്ഗി ബഅദുഹും അലാ ബഅദിൻ, ചിലരെ ആക്രമിക്കുന്നു. ഇടകലർന്ന് സുഹൃത്തുക്കളായി ജീവിക്കുന്നവരിൽ ഏറെ ആളുകളുടെയും സ്വഭാവം എന്താണ്? ഇത് അള്ളാഹിന്റെ വാക്കാണ്. ഇന്ന കസീറൻ മിനൽ ഖുലത. സുഹൃത്തുക്കളായി കൂട്ടുകച്ചവടം നടത്തുന്നവരും സുഹൃബന്ധം സ്ഥാപിക്കുന്നവരും ഇടകലർന്ന് ജീവിക്കുന്നവരിൽ അധിക പേരും ചിലരെ ആക്രമിക്കുന്നു. കൂട്ടുകച്ചവടം തുടങ്ങി, കൂട്ട് കമ്പനി തുടങ്ങി, കൂട്ടായി വാഹനമെടുത്തു, കൂട്ട് ബിസിനസ് തുടങ്ങി, കൂട്ട് കൃഷി നടത്തി, തമ്മിൽ തെറ്റാത്തവരായി എത്ര ആളുകളുണ്ട്? അതാ ഖുർആൻ പറഞ്ഞു, വളരെ കുറച്ചേ ഉള്ളൂ. അധിക പേരും അങ്ങോട്ടും ഇങ്ങോട്ടും അക്രമം നടത്തുന്നവരാണ്. ആരൊഴികെ? ഇല്ലല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്ത്.
വിശ്വസിക്കുകയും വിശ്വാസമനുസരിച്ച് നല്ല പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്യുന്നവരൊഴികെ. അപ്പോൾ ഇവിടെ എന്താ ഖുർആൻ ഉറപ്പിച്ചു പറയുന്നത്? വിശ്വാസവും സൽസ്വഭാവവും ഉള്ള ആളുകൾ ഒഴിച്ച് എല്ലാവരും അല്ലെങ്കിൽ മിക്കവരും അന്യായമായ പ്രവർത്തനങ്ങൾ നടത്തുന്നവരാകുന്നു. ചതി നടത്തും, വഞ്ചന നടത്തും, കൂട്ടുകച്ചവടം, കൂട്ടുകമ്പനി, കൂട്ടുകൃഷി. കുറച്ചു കഴിയുമ്പോ ഒരുത്തന്റെ കയ്യിലാവും. മറ്റവന്റെ മുടക്ക് മുതൽ മാത്രമേ ഉണ്ടാവുള്ളൂ, അവന്റെതൊക്കെ കാലിയായിട്ടുണ്ടാവും. ഒന്നും കിട്ടാനുണ്ടാവില്ല. അതിന്റെ രജിസ്ട്രേഷനോ കാര്യങ്ങളോ ഒക്കെ. ഇതൊരു കൂട്ടുകൂടലാണല്ലോ. അപ്പോ വിശ്വാസവും സ്വഭാവവും ഉള്ളവരെ, സൽപ്രവർത്തനവും ഉള്ള ആളുകളുമായിട്ടാണ് കൂട്ടുകൂടേണ്ടത്. അല്ലെങ്കിൽ ചതിക്കപ്പെടും, വഞ്ചിക്കപ്പെടും. എന്നിട്ട് ഒന്നുകൂടി ഖുർആൻ പറയുന്നു, വഖലീലും മാഹും. വിശ്വാസവും സൽസ്വഭാവവുമുള്ള, പരസ്പരം അന്യായമോ അക്രമമോ കാണിക്കാത്ത, ഇടപഴകി കലർന്ന് ജീവിക്കുന്ന, സുഹൃത്തുക്കളായി ജീവിക്കുന്ന ആളുകൾ എന്ന് പറയുന്നത് ഖലീലും മാഹും. അവർ വളരെ കുറച്ചേ ഉണ്ടാവുകയുള്ളൂ. ഇത് വിശദീകരിക്കാതെ തന്നെ അനുഭവത്തിൽ നിന്ന് നമുക്കൊക്കെ മനസ്സിലാവും ആരൊക്കെ നമ്മെ പറ്റിച്ചു, ആരൊക്കെ നമ്മെ വഞ്ചിച്ചു, ആരൊക്കെ നമ്മെ അതിക്രമിച്ചു എന്നുള്ള കാര്യങ്ങൾ. അപ്പോ ആ നിലക്ക് ഒരിക്കലും ആകാൻ പാടില്ല എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അങ്ങനെ ആകണമെങ്കിൽ എന്ത് വേണം? ഈ പറയുന്ന ഈമാനും സൽസ്വഭാവവുമുള്ള സുഹൃത്തുക്കളെ നമ്മൾ തിരഞ്ഞെടുക്കാൻ സാധിക്കണം. അത് ഒരു നിർബന്ധ ഘടകമായി നമ്മൾ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ ഈ അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടാൻ നമുക്ക് സാധിക്കുള്ളൂ. ദുനിയാവിൽ മാത്രമല്ല, പരലോകത്തും. ഇത്തരം ആളുകളുമായി ഉള്ള സഹവാസം എന്ന് പറയുന്നത് ഇത് ദുനിയാവിലും പരലോകത്തിലും ഉപകാരപ്പെടും, അല്ലാത്തത് ഉപകാരപ്പെടുകയില്ല എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് കാണാൻ സാധിക്കും. വിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ നമുക്ക് കാണാം. യൗമ ലാ ബൈഉൻ ഫീഹി വലാ ഖുല്ലത്തുൻ വലാ ശഫാഅ. പരലോകത്തെക്കുറിച്ച് അല്ലാഹു പറയാൻ വിശ്വാസികളെ വിളിച്ചുകൊണ്ടാ പറയുന്നത്. ഒരു ദിവസം വരാനുണ്ട്. ആ ദിവസം ഏതാണ്? അന്ന് ഒരു കച്ചവടവും നടക്കാത്ത ദിവസമാണ്. വലാ ഖുല്ല, ഒരു സുഹൃ ബന്ധവും. ഖുല്ലത്ത് എന്ന് പറഞ്ഞാൽ ഖലീൽ, ഖുല്ല കൂട്ടുകൂടൽ, സുഹൃ ബന്ധം. വലാ ശഫാഅ, ഒരു ശുപാർശയും ഇല്ലാത്ത ദിവസം. കച്ചവടമോ കൂട്ടുകൂടലോ ശുപാർശയോ നടക്കാത്ത ഒരു ദിവസം വരുന്നതിന് മുമ്പ് അള്ളാഹു പരലോകത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് ഓർമ്മപ്പെടുത്താണ് സൂറത്തുൽ ബഖറ 254 അപ്പോ ഇതിലെന്താ മനസ്സിലാണത്? ദുനിയാവിൽ കൂട്ടുകാരുണ്ടാവും. ഈ കൂട്ടുകാർ നാളെ പരലോകത്ത് നമ്മെ രക്ഷപ്പെടുത്താനുണ്ടാവുകയില്ല. എന്നാൽ ദുനിയാവിൽ നല്ല കൂട്ടുകാരെ സ്വീകരിച്ചാൽ ആ കൂട്ടുകാരുമായി കൂട്ടുകൂടിയതിന്റെ ഉപകാരം പരലോകത്തിൽ ലഭിക്കും എന്നുകൂടി ഖുർആൻ പറയുന്നുണ്ട്. അതല്ലാത്തത് ഉപകാരപ്പെടുകയില്ല എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ആയത്ത് ഓതുന്നത്. സൂറത്ത് സുഖ്റുഫ് 67 ആയത്ത്. അൽ അഖില്ലാഉ യൗമഇദിൻ ബഅദുഹും ലിബഅദിൻ അദു ഇല്ലൽ മുത്തഖൂൻ. അൽ അഖില്ലാ, എല്ലാ കൂട്ടുകാരും, എല്ലാ ഫ്രണ്ട്സും, എല്ലാ സുഹൃത്തുക്കളും, യൗമഇദിൻ, അന്നേ ദിവസം, അതായത് പരലോകത്ത്, ബഅദുഹും ലിബഅദിൻ അദുവ്വുൻ, ചിലർ ചിലർക്ക് ശത്രുക്കളാകും. ഇവിടെ കൂട്ടുകൂടിയ ആളുകൾ നാളെ പരലോകത്ത്, എല്ലാവരും എന്ന് പറയില്ല, ഏത് കൂട്ടുകാരാണെങ്കിലും അവരിൽ ചിലർ പരലോകത്ത് ചിലർക്ക് ശത്രുക്കളെ. കൂട്ടുകാർ തമ്മിൽ തല്ലുന്നർത്ഥം. കൂട്ടത്തല്ല്. തല്ലേതാ? പരസ്പരം ശണ്ടകൂടൽ. എന്താ ശണ്ടകൂടൽ? ഇതിവിടെ വിശദീകരിക്കാൻ സമയമില്ല. ഖുർആനിൽ പലയിടങ്ങളിൽ പറഞ്ഞതുപോലെ ചില കാര്യങ്ങൾ ശേഷം പറയാം. അവിടെ വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കുക. നേരത്തെ സൂചിപ്പിച്ചതുപോലെ, നീയാണ് എന്നെ പഴപ്പിച്ചത്, ഞാൻ എന്നെ പഴപ്പിച്ചിട്ടില്ല, നീ എന്റെ കൂടെ കൂടിയതുകൊണ്ട് നീ പഴച്ചതാണ്, അതുകൊണ്ട് എന്നെ പറയേണ്ടതില്ല, അള്ളാഹുവെ കൊടുക്കൂ, അവൻ ഇരട്ടി ശിക്ഷ. അപ്പൊ അള്ളാന്റെ മറുപടി, രണ്ടാൾക്കും ഇരട്ടിയുണ്ട്, ഇവിടെ തർക്കിക്കേണ്ട, ഇത് തർക്കിക്കാനുള്ള സ്ഥലമല്ല. അപ്പോ ആരാണ് പരസ്പരം പരലോകത്ത് ശത്രുക്കളാകാത്ത, പരലോകത്തും സുഹൃത്തുക്കളായി ജീവിക്കുന്ന ആളുകൾ? ഇല്ലൽ മുത്തഖീൻ, മുത്തഖികളായ മനുഷ്യന്മാർ. അപ്പൊ നേരത്തെ പറഞ്ഞ ഈമാനും സൽസ്വഭാവവും സ്വീകരിക്കുന്ന ആളുകളെ കൂട്ടുകാരായി സ്വീകരിച്ചാൽ അവർ നാളെ മഹ്ശറിലും പരലോകത്തും പരസ്പരം ശത്രുക്കളാവുകയില്ല. മുത്തഖികളായ സുഹൃത്തുക്കൾ ദുനിയാവിൽ സുഹൃത്തുക്കളാണ്. അവർ വിശ്വാസത്തിന്റെ മാധുര്യം അനുഭവിച്ചവരാണ്. ആ മധുരിമ അനുഭവിച്ചുകൊണ്ട് തന്നെ പരസ്പരം ശത്രുക്കളാകാതെ, ഖുർആനിലും ഹദീസിലും പറഞ്ഞതുപോലെ സ്വർഗത്തിലുള്ള സോഫകളിൽ മനസ്സിൽ യാതൊരു പകയുമില്ലാതെ എല്ലാ പകയും ഊരിയെടുക്കപ്പെട്ടവരായി അങ്ങോട്ടും ഇങ്ങോട്ടും മുഖാമുഖം ഇരുന്ന്, മുത്തഖാബിലീൻ, അഭിമുഖമായി ഇരുന്നു കൊണ്ട് ചർച്ച നടത്തുന്ന, സന്തോഷിക്കുന്ന സുഹൃത്തുക്കളായി സ്വർഗത്തിലും അവരുണ്ടാകും. അങ്ങോട്ടും ഇങ്ങോട്ടും മുഖത്തോട് മുഖം ചാരിയിരുന്നപ്പോൾ നമ്മൾ രണ്ട് ബെഞ്ചിലോ രണ്ട് കസേരയിലോ ഒരു മിക്ക ആൾക്കാർ ഇപ്പൊ ചായ കുടിക്കാൻ വെസ്റ്റിട്ടല്ല, മറിച്ച് ഒരു സംസാരമാണ്. അങ്ങനെ ഇരുന്നത് വെള്ളം കുടിക്കുക, ഇരുന്നൊന്ന് സംസാരിക്കുക. ആ സംസാരമാണ് വെള്ളം കുടിക്കുക, ചായം കുടിക്കുന്നതിനേക്കാൾ പ്രധാനം. ഇത് ദുനിയാവിൽ വേറെ താല്പര്യത്തിനേക്കും. എന്നാൽ പരലോകത്ത് മനസ്സിൽ യാതൊരു പകയോ ദുരുദ്ദേശമോ ഭൗതികമായ മനസ്സിൽ മറച്ചുവെച്ച നേട്ടത്തെ സംബന്ധിച്ചുള്ള താല്പര്യമോ സ്വാർത്ഥതയോ ഇല്ലാതെ സുഹൃത്തുക്കളായി മുഖത്തോട് മുഖം അവർ ചാരുകസേരകളിൽ, അറായി സോഫകളിൽ ചാരിയിരിക്കുന്നവരായിരിക്കും എന്ന് ഖുർആൻ പറയുന്നു. ഇതല്ലാത്ത, മുത്തഖികളുടെ സുഹൃബന്ധമല്ലാത്ത
സുഹൃബന്ധങ്ങൾ പരലോകത്ത് ഉപകാരപ്പെടുകയില്ല എന്ന് മാത്രമല്ല, അവർ ശത്രുക്കളായി തീരും. അതാണ് അദുവുൻ, ശത്രുക്കളാകുന്നു. സൂറത്ത് സുഹ്റുഫ് 67 നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പരലോകത്ത് മഹ്ശറിൽ യാതൊരു തണലുമില്ലാത്ത ഘട്ടത്തിൽ അള്ളാഹുവിന്റെ തണല് കിട്ടുന്ന ആളുകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. 7 വിഭാഗം. ഇത് നേരത്തെ പറഞ്ഞു പോയിട്ടുണ്ട്. വറജുലാനി തഹബ്ബാ ഫില്ലാഹ് ഇജ്തമഅ അലൈഹി വതഫറഖ അലൈഹി. രണ്ടാളുകൾക്ക്, 7ൽ ഒരു വിഭാഗം പരലോകത്ത് തണല് കിട്ടുന്ന ആളുകൾ രണ്ടാളുകളാണ്. അവർ നേരത്തെ പറഞ്ഞതുപോലെ ലില്ലാഹ്, അള്ളാഹുവിന് വേണ്ടി ഇഷ്ടപ്പെട്ടു. ഇവിടെ പറഞ്ഞത് ഫില്ലാഹിതാണ്. അള്ളാഹുവിന്റെ വിഷയത്തിൽ, അള്ളാഹുവിന്റെ മാർഗത്തിൽ, ദീനിന്റെ കാര്യത്തിൽ തഹാബ, പരസ്പരം ഇഷ്ടപ്പെട്ട് ഹബീബുമാരായ, പ്രിയപ്പെട്ടവരായ, ഇഷ്ടപ്പെട്ടവരായ, സുഹൃത്തുക്കളായ മനുഷ്യന്മാർ. കണ്ടോ, വേറൊരു ലക്ഷ്യവുമില്ല. ഫില്ല, ദീന്റെ കാര്യത്തിൽ, അള്ളാഹുവിന്റെ മാർഗത്തിൽ പരസ്പരം ഇഷ്ടപ്പെട്ട രണ്ടാളുകൾ. ഇജ്തമഅ അലൈഹി, അള്ളാഹുവിന്റെ മാർഗത്തിലാണ് രണ്ടുപേരും സുഹൃത്തുക്കളായത്, വേറെ ലക്ഷ്യത്തിന്റെ പേരിലല്ല. വതഫറഖ അലൈഹി, അതേ വിഷയത്തിലാണ് അവർ പിരിഞ്ഞത്. എന്നാൽ ജീവിച്ചിരിക്കുന്ന കാലമത്രയും കണ്ടുമുട്ടിയത് മുതൽ പിരിയുന്നത് വരെ, ഒന്നുകിൽ മരിക്കുകയോ അല്ലാണ്ട് വേർപിരിയുകയോ ചെയ്യുന്നത് വരെ ഈ ഒരു അള്ളാഹുവിന്റെ മാർഗത്തിൽ ഇഷ്ടപ്പെടുകയും ആ ബന്ധം നിലനിർത്തുകയും ചെയ്യുന്ന ആളുകൾ, അവർക്ക് നാളെ അർശിന്റെ തണൽ ലഭിക്കും. തണൽ ലഭിക്കുന്ന 7 കൂട്ടരിൽ ഒന്ന് അതാണ് എന്ന് ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാം, നരകത്തിന് മുകളിൽ സ്ഥാപിക്കപ്പെടുന്ന സിറാത്ത് പാലം. ഇതിനെ നിഷേധിക്കുന്ന ആളുകൾ കേരളത്തിലെ മുജാഹിദുകൾക്കിടയിലുണ്ട്. അങ്ങനെ ഒരു പാലൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട്. അത് ഖുർആൻ, ആ വാദം ഖുർആനും ഹദീസിനും എതിരാണ്. ഇവിടെ സമയമില്ലാത്തതുകൊണ്ട് അതിലേക്ക് പോകുന്നില്ല. ആളുകൾ വിചാരണ കഴിഞ്ഞ് നരകത്തിലേക്ക് പോകേണ്ടവർ നരകത്തിലേക്കും സ്വർഗത്തിലേക്ക് പോകേണ്ടവർ ഈ പാലത്തിന് മുകളിലേയും കൂടെയും പോകുന്നു. പാലത്തിൽ കയറിയ ആളുകളുടെ കൂട്ടത്തിൽ നിന്നും കൂടുതൽ തിന്മയുള്ള, ശിർക്കല്ലാത്ത പാപങ്ങൾ കൂടുതലുള്ള ആളുകൾ നരകത്തിൽ പോകേണ്ടി വരും. അവർ പല കോലത്തിൽ നരകത്തിലേക്ക് വീഴുന്നു. ഇതൊക്കെ പറഞ്ഞിട്ട് അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, തങ്ങൾ രക്ഷപ്പെട്ടു എന്ന് മനസ്സിലാക്കിയാൽ, നരകത്തിലേക്ക് പോയില്ല, പാലത്തിന്റെ മുകളിൽ നരകത്തിലേക്ക് വീണില്ല, സ്വർഗത്തിലേക്ക് എത്തി എന്ന് കണ്ടാൽ, ആ സ്വർഗത്തിലെത്തിയ ആളുകൾ അള്ളാഹുവിനോട് പറയും തങ്ങളുടെ സഹോദരന്മാരെ കുറിച്ച്. സഹോദരന്മാർ എന്നാ, ഈ മുസ്ലിം സുഹൃത്തുക്കളെ കുറിച്ച്. റബ്ബന ഇഖ്വാനുന, അള്ളാഹുവെ ഞങ്ങളുടെ ചില സഹോദരന്മാരുണ്ട്. കാനു യുസല്ലൂന മഅന, അവർ ഞങ്ങളോടൊപ്പം നമസ്കരിക്കാറുണ്ടായിരുന്നു. വയസൂമൂന മഅന, ഞങ്ങളോടൊപ്പം നോമ്പുൽക്കാറുണ്ടായിരുന്നു. വയഅമലൂന മഅന, ഞങ്ങളോടൊപ്പം അമലുകൾ, പ്രവർത്തനങ്ങൾ ചെയ്തിരുന്നു. ആ ആളുകൾ ഇവിടെ കാണുന്നില്ല. ഓലെ എവിടെയപ്പുള്ളത്? നരകത്തിലാണ്. എന്താ കാര്യം? ശിർക്കില്ല, പക്ഷെ തിന്മകൾ കൂടുതൽ ചെയ്തിട്ടുണ്ട്. ഇവിടെ കണ്ടോ, നിസ്കാരമുണ്ട്, നോമ്പുണ്ട്, അമലുകളൊക്കെ ചെയ്തിട്ടുണ്ട്, പക്ഷെ തിന്മകൾ കൂടുതൽ ചെയ്തു. അപ്പൊ അവർ പാലത്തിന്റെ മുകളിൽ നരകത്തിലേക്ക് എറിയപ്പെടുകയോ വീഴുകയോ കൊളത്തി എറിയപ്പെടുകയോ ഒക്കെ ചെയ്തു. ആ ആളുകളെ കുറിച്ച് സ്വർഗത്തിൽ നരകത്തിൽ പോകാതെ രക്ഷപ്പെട്ട് എത്തിയ ആളുകൾ ഈ സഹോദരന്മാരെ കുറിച്ച് തേടുകയാണ്. ഇതെന്തിനാ അവിടെ പറയുന്നത്? ദുനിയാവിൽ മുത്തഖികളായ ആളുകളെ സുഹൃത്തുക്കളായി സ്വീകരിച്ചാൽ പരലോകത്തും ഉപകാരം ഉണ്ടാകുമെന്ന് മനസ്സിലാക്കാനാണ്. അപ്പോ ഞങ്ങളുടെ ഇങ്ങനെയുള്ള സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നല്ലോ, അവരെ കാണുന്നില്ലല്ലോ എന്ന് പറയുമ്പോ അള്ളാഹു അവരോട് പറയും, ഇദ്ഹബൂ, നിങ്ങളൊന്ന് പോയി നോക്കൂ നരകത്തിൽ. പമൻ, അപ്പൊ നരകത്തിൽ എങ്ങനെ പോയി നോക്കുക? കടുത്ത ചൂടാണ് അവിടെ, കടുത്ത തണുപ്പാണ്, ഇവരും കരിഞ്ഞൂല്ലേ? അത് ബേജാറാണ്ട, മലക്കളും പോകുന്നുണ്ട്, മലക്കളല്ല പറഞ്ഞേക്കുണ്ട്, അതിനൊക്കെ സംവിധാനം അല്ല ഉണ്ടാക്കും. പമൻ വജത്തും ഫീ ഖൽബിഹി മിസ്ഖാല ദീനാറിൻ മിൻ ഈമാനിൻ ഫഅഖ്രിജൂ, നിങ്ങൾ പോയി നോക്കി ഒരു ദീനാറിന്റെ അത്ര തൂക്കം ഈമാനുള്ള വല്ലവരെയും നിങ്ങൾ കാണുകയാണെങ്കിൽ എന്നാണ്. ഒരു ദീനാർ എന്നാൽ, ഒരു ദീനാറിന്റെ തൂക്കം എന്നാൽ ഒരു പവന്റെ ഏകദേശം പകുതിയാണ്, ഒരു 4 ഗ്രാം. അത്ര തൂക്കം ഈമാനുള്ള വല്ലവരുമുണ്ടെങ്കിൽ അവരെ നിങ്ങൾ നരകത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ രൂപങ്ങളെ നരകത്തിന്റെ മേൽ ഹറാമാക്കിയിട്ടുണ്ട്. എന്നാൽ നോക്കിയാൽ മനസ്സിലാവും നമ്മളെ സുഹൃത്തുക്കളാരാണെന്ന്. മുഖമൊന്നും കരിഞ്ഞു പോയിട്ടില്ല. നിസ്കരിച്ചിട്ടുണ്ട്. നിസ്കരിക്കുന്ന ആളുകളുടെ സുജൂദിന്റെ അടയാളങ്ങൾ, അല്ലെങ്കിൽ സുജൂദിന്റെ സ്ഥലങ്ങൾ, അവയവങ്ങൾ നരകം തിന്നുകയില്ല. ഇത് നേരത്തെ നമ്മൾ ഖുത്ബയിൽ വിശദീകരിച്ചതാണ്. അപ്പൊ ഈ ആളുകളുടെ രൂപം കാണും മനസ്സിലായി, ഇത് നമ്മളെ സുഹൃത്താണ്. അവരെ ഈ സ്വർഗത്തിലേക്ക് നേരത്തെ എത്തിയ ആളുകൾ ഇവരുടെ ശുപാർശ കൊണ്ട്, നല്ല സുഹൃത്തുക്കളുടെ ശുപാർശ കൊണ്ട് തൽക്കാലം നരകത്തിൽ പോകേണ്ടി വന്ന ആളുകൾ നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വർഗത്തിലേക്ക് കൊണ്ടുവരും. മുത്തഫഖുൻ അലൈഹി ഹദീസാൻ. വീണ്ടും അവർ പറയും, ഇനിയുണ്ടല്ലോ കുറച്ചാളുകൾ. അപ്പൊ അല്ലാഹു പറയും, പോയി നോക്കൂ. എന്നിട്ട് ഒരു ദീനാറിന്റെ അത്ര വേണ്ട, 4 ഗ്രാം വേണ്ട, 2-2.25 ഗ്രാം, അത്ര, അതിന്റെ പകുതി, ഒരു ദീനാറിന്റെ പകുതി എങ്കിലും, അത്ര തൂക്കമെങ്കിലും ഈമാൻ മനസ്സിലുള്ളവരെ നിങ്ങൾ പുറത്തു കൊണ്ടുവരൂ. അങ്ങനെ അവർ പോയി നോക്കും, പോയി ആളുകളെ മനസ്സിലാവും, അങ്ങനെ അവരെ തിരിച്ചു കൊണ്ടുവരും. പിന്നെയും പറയും, ഇനിയുണ്ടല്ലോ അള്ളാഹുവെ കുറച്ചാളുകൾ, ആ ആളുകൾ ഇവിടെ കാണുന്നില്ലല്ലോ, അവർ നരകത്തിലാണല്ലോ. അപ്പൊ അള്ളാഹു പറയും, നിങ്ങൾ പോയി നോക്കൂ. പിന്നെ അവർക്ക് ഒരു അണുത്തൂക്കം, അതാണ് മിസ്കാല ദർറ, ഒരു അണുത്തൂക്കം. അണു എന്ന് പറഞ്ഞാല് വിഭജിക്കാൻ കഴിയുകയില്ല എന്ന് ശാസ്ത്രം പറഞ്ഞ,
എന്നാൽ അണുവിനെയും വിഭജിക്കാമെന്നാണ് പുതിയ ശാസ്ത്രം. ഖുർആനിലും അതുണ്ട്. അണുവിനെ പോലെയോ അതിനേക്കാൾ ചെറുതോ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോ അണുവിനെ വിഭജിക്കാൻ കഴിയില്ല എന്ന് ശാസ്ത്രം പറഞ്ഞ് തെറ്റാന്നാ ഖുർആൻ പറയുന്നത്. ഇന്ന് ശാസ്ത്രം അതിലേക്ക് എത്തി. അപ്പൊ ഒരു അണുവിനേക്കാൾ അണുത്തൂക്കത്തിന്റെ അത്ര, നേരത്തെ പറഞ്ഞ 4 ഗ്രാമുമില്ല, 2 ഗ്രാം അല്ല 2.25 ഗ്രാമുമില്ല, അതിനേക്കാൾ താഴെ ചെറിയൊരു പൊടിത്തൂക്കം ഈമാനുള്ള തൗഹീദുള്ള ശിർക്ക് ചെയ്യാത്ത മനുഷ്യന്മാരുണ്ടോ? അവരെ നിങ്ങൾ കൊണ്ടുവരും. ഇവർ പോയി നോക്കും, കാണും, മനസ്സിലാകും. അങ്ങനെ ആ ആളുകളും ഈ സ്വർഗത്തിലെത്തിയ ആളുകളുടെ ശുപാർശ പ്രകാരം നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടു വരുന്നു. ഇത് ഇമാം ബുഖാരി റഹിമഹുല്ല തന്റെ സഹീഹിൽ ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണ്. അപ്പൊ ഇങ്ങനെയൊക്കെ പരലോകത്ത് ഉപകാരപ്പെടുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നത്, ഖുർആൻ പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത് കൂനു മഅ സ്വാദിഖീൻ, നിങ്ങൾ ആരുടെ കൂടെ കൂടണം? സത്യസന്ധന്മാരുടെ കൂടെ കൂടണം. കള്ളന്മാരുടെ കൂടെ, ചതിയന്മാരുടെ കൂടെ, ഈമാനില്ലാത്തവന്റെ കൂടെ, ശിർക്ക് ചെയ്യുന്നവരുടെ അവരുടെ സുഹൃത്തുക്കളായി നിങ്ങൾ മാറരുത്. സത്യസന്ധന്മാരോടൊപ്പം കൂട്ടുകൂടുക. നബിയുടെ സുഹൃത്തായി ഖുർആൻ പരിചയപ്പെടുത്തിയത് അബൂ സിദ്ദീഖിനെയാണ്. സിദ്ദീഖ്, ആ അബൂ സിദ്ദീഖിനെ സംബന്ധിച്ച് നബിയെക്കുറിച്ചും ഖുർആനിൽ സൗർ ഗുഹയിൽ ഹിജറ പോകുമ്പോ 3 ദിവസം അവിടെ രാത്രി താമസിച്ച് ആ ഘട്ടത്തെക്കുറിച്ച് ഖുർആൻ പറയുന്നിടത്ത് വഖാല ലി സാഹിബിഹി, തന്റെ കൂട്ടുകാരനോട് പറഞ്ഞു എന്ന് ഖുർആൻ പറഞ്ഞു. നബിയും അബൂ സിദ്ദീഖിനെയും സാഹിബായി, കൂട്ടുകാരായി ഖുർആൻ പരിചയപ്പെടുത്തി. രണ്ടാളുവാരാ? സൃഷ്ടികളിൽ ശ്രേഷ്ഠൻ മുഹമ്മദ് നബി, പ്രവാചകന്മാർ കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠൻ അത് അബൂ സിദ്ദീഖാണ്. അപ്പൊ ഏറ്റവും നല്ല 2 മനുഷ്യന്മാരാണ് സുഹൃത്തുക്കളായത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഖുർആൻ പറഞ്ഞ കൽപ്പന സൂറത്തുൽ കഹ്ഫിൽ 28-ാമത്തെ ആയത്തിൽ കാണാം. ഭൗതിക നേട്ടം ആഗ്രഹിച്ച് അതിന്റെ പിന്നാലെ പോകുന്ന ആളുകളുടെ കൂടെ നീ അനുസരിക്കാനോ അവരുടെ കൂടെ പോകാനോ പാടില്ല. നിന്റെ കണ്ണ് ഭൗതികതയിലേക്ക് പോകരുത്. മറിച്ച് വസ്ബിർ നഫ്സക മഅല്ലദീന യദഊന റബ്ബഹും ബിൽ ഗദാതി വൽ അശി യുരീദൂന വജ്ഹ, അല്ലാഹുവിന്റെ വജ്ഹ്, മുഖം കാംക്ഷിച്ച്, അതായത് പരലോകത്ത് അള്ളാഹുവിന്റെ മുഖം കാണണമെന്ന് ആഗ്രഹിച്ച് രാവിലെയും വൈകുന്നേരവും അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുടെ കൂടെ നീ നിന്നെ ക്ഷമിപ്പിച്ചു നിർത്തുക, അവരോടൊപ്പം നീ ക്ഷമിച്ചു നിൽക്കുക. അപ്പൊ പ്രമാണിമാരായ ഖുറൈശി കുബേരന്മാരായ ആളുകൾ അപ്പുറത്തുണ്ട്. അവരേക്കല്ല നീ പോകേണ്ടത്. അവരെക്കാൾ അള്ളാഹുവിൽ വിശ്വസിച്ച് രാവിലെയും വൈകുന്നേരവും അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന, അള്ളാഹുവിനെ നാളെ കണ്ടുമുട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ഫക്കീറന്മാരാണെങ്കിലും തറവാട്ടുകാരല്ലെങ്കിലും വസ്ബിർ നഫ്സക മഅ, അവരോടൊപ്പം നിന്നെ നീ ക്ഷമയോടുകൂടി നീ അവരോടൊപ്പം കൂടുക. അപ്പൊ എന്താ? കുബേരന്മാരും പണക്കാരും അഹങ്കാരികളുമായ നാട്ടിൽ മൂല്യമുള്ള ആളുകൾക്കൊപ്പമല്ല, നാട്ടിൽ മൂല്യമില്ലാത്ത എന്നാൽ അള്ളാഹുവിനടുക്കൽ മൂല്യമുള്ള ഈമാനും അമലു സാലിഹാത്തുമുള്ള എന്നാൽ ദരിദ്രന്മാരായ ഈ സാധുക്കളായ സഹാബികൾക്കൊപ്പമാണ് നീ നിൽക്കേണ്ടത്. ആരോട് പറഞ്ഞതാ? നബിനോട് കൽപ്പിച്ചതാണ്. അപ്പൊ നമ്മളോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹു പറയുന്നു, എന്റെ സ്നേഹം, അള്ളാഹുവിന്റെ സ്നേഹം അത് അനിവാര്യമായിരിക്കുന്നു. ആർക്ക്? ലിൽ മുതഹാബീന ഫിയ്യ, എന്റെ കാര്യത്തിൽ പരസ്പരം ഇഷ്ടപ്പെടുന്നവർ. നേരത്തെ പറഞ്ഞ അർശന തണലിട്ടുന്ന അള്ളാഹുവിന്റെ മാർഗത്തിൽ പരസ്പരം ഇഷ്ടപ്പെടുന്നവർക്ക് അള്ളാഹുവിന്റെ മഹബത്ത് അനിവാര്യമായി ലഭിക്കും. വൽ മുതജാലിസീന ഫിയ്യ, എന്റെ കാര്യത്തിൽ പരസ്പരം ചേർന്നിരിക്കുന്നവർ, ദീനിന്റെ കാര്യത്തിൽ, മതത്തിന്റെ കാര്യത്തിൽ, സൽക്കർമ്മത്തിന്റെ കാര്യത്തിൽ, വിശ്വാസത്തിന്റെ കാര്യത്തിൽ പരസ്പരം സഹകരിച്ചിരിക്കുന്ന ആളുകൾ, പള്ളിയിൽ കൂടുന്നവർ, മദ്രസയിൽ കൂടുന്നവർ, മതപരമായ ചർച്ചകളിൽ പങ്കെടുക്കുന്നവർ, ഒരുമിച്ച് യാത്ര ചെയ്യുന്നവർ, ഇവർക്കൊക്കെ വൽ മുത്തസാവിരീന ഫിയ്യ, എന്റെ കാര്യത്തിൽ പരസ്പരം സഹകരിക്കുന്നവർ. മുസ്ലിമിനെ അങ്ങോട്ട് കാണാൻ പോകുന്നു, മുസ്ലിമാണ് എന്നതിന്റെ പേരിൽ ഇങ്ങോട്ട് കാണാൻ വരുന്നു. ഇങ്ങനെ പരസ്പരം സിയാറത്ത്, ഖബറിന്റെ സിയാറത്തല്ല, അവയിൽ പെട്ടതാണ്. പരസ്പരം സന്ദർശനം നടത്തുന്ന ആളുകൾ, അവർക്കും എന്റെ സ്നേഹം അനിവാര്യമായിരിക്കുന്നു. കാരണം എന്താ? അള്ളാഹുവിന്റെ മാർഗത്തിൽ സ്നേഹിച്ചവരാണ്. അള്ളാഹുവിന്റെ മാർഗത്തിൽ സ്നേഹിച്ചവർക്ക് അള്ളാഹുവിന്റെ മഹബത്ത് കിട്ടുന്നു. വൽ മുതബാദിലീന ഫിയ്യ, ഭൗതികമായ നേട്ടത്തിന് വേണ്ടിയല്ല, എന്റെ വിഷയത്തിൽ പരസ്പരം കൈമാറ്റം ചെയ്തവർ, അങ്ങോട്ട് കൊടുക്കുന്നു, ഇങ്ങോട്ട് കൊടുക്കുന്നു, അങ്ങോട്ട് സഹായിക്കുന്നു, ഇങ്ങോട്ട് സഹായിക്കുന്നു. ഇങ്ങനെ സഹായ സഹകരണങ്ങൾ, പരസ്പരം തബാദുൽ, പരസ്പര കൈമാറ്റങ്ങൾ നടത്തിയത് അള്ളാന്റെ മാർഗത്തിലാണ്. അത് അള്ളാഹിന് ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ്. അതുകൊണ്ട് അവർക്ക് ഈ 4 കൂട്ടർക്കും അള്ളാഹുവിന്റെ ഇഷ്ടം നിർബന്ധമായി തീർന്നിരിക്കുന്നു, കിട്ടാതെ പോകില്ല എന്നർത്ഥം. അപ്പൊ എന്താ പഠിപ്പിച്ചിരുന്നത്? ഈ പറഞ്ഞതൊക്കെ പരസ്പരമുള്ള സുഹൃത്തുക്കൾ പാലിക്കേണ്ടുന്ന അല്ലെങ്കിൽ ഉണ്ടാകേണ്ടുന്ന കാര്യങ്ങളാണ്. അപ്പൊ ദുനിയാവിലുമുണ്ട്, പരലോകത്തുമുണ്ട്. ഇനി ഒരുത്തൻ തന്റെ സഹോദരന് വേണ്ടി അയാൾ അറിയാതെ, അയാൾ പറയാതെ, അയാൾ കേൾക്കാതെ പ്രാർത്ഥിക്കുന്നു. എന്റെ ഇന്ന സുഹൃത്തുണ്ട്, അയാൾക്ക് നീ പുറത്തു കൊടുക്കണേ, അയാൾക്ക് സ്വർഗം കൊടുക്കണേ, അയാളുടെ കാര്യങ്ങളൊക്കെ ശരിയായി കൊടുക്കണേ, അയാൾ അസുഖം മാറ്റി കൊടുക്കണേ എന്ന് പ്രാർത്ഥിച്ചാൽ മുസ്തജാബ, ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടും. അപ്പോ നമുക്ക് അങ്ങനത്തെ സുഹൃത്തുക്കളുണ്ടെങ്കിൽ ആ സുഹൃത്തുക്കൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം, നമുക്ക് വേണ്ടി ആ സുഹൃത്തിന് പ്രാർത്ഥിക്കാം. നമ്മൾ കാണേണ്ടതില്ല, കേൾക്കേണ്ടതില്ല, നമ്മൾ അങ്ങോട്ട് ആവശ്യപ്പെടേണ്ടതില്ല. അങ്ങനെയുള്ള അതാണ് ബിൽഹരിൽ ഗൈബ്, അസാന്നിധ്യത്തിൽ പ്രാർത്ഥിക്കുന്ന ആളുകളുടെ പ്രാർത്ഥന ഉത്തരം കിട്ടുന്നു. ഇനിയോ അങ്ങനെ പ്രാർത്ഥിക്കുമ്പോ പ്രാർത്ഥിക്കുന്നവന്റെ കൂടെ ഒരു മലക്കുണ്ടാവും. ആ മലക്ക് ആമീൻ പറയും. ഇത് നിന്റെ പ്രാർത്ഥന സ്വീകരിക്കട്ടെ എന്ന് അള്ളാഹിനോട് മലക്ക് പ്രാർത്ഥിക്കും. മാത്രല്ല
നീ എന്താണോ നിന്റെ സഹോദരന് വേണ്ടി പ്രാർത്ഥിച്ചത് അതേ കാര്യം നിനക്കും കിട്ടട്ടെ. കണ്ടോ, നമ്മൾ ആർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുവോ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടി. അവന് വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിച്ചത്. പക്ഷേ അതേ കാര്യം നമുക്കും തരാൻ വേണ്ടി മലക്ക് അള്ളാഹുവിനോട് പറയുകയും നമുക്കും അതേ കാര്യം കിട്ടുകയും ചെയ്യുന്നു. അപ്പൊ അയാൾക്കും കിട്ടി, നമുക്കും കിട്ടി. അവിടെയും എന്ത് വേണം? ഇങ്ങനെയുള്ള സുഹൃത്തുക്കളായിരിക്കണം. അപ്പൊ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടണമെങ്കിൽ, സ്വന്തവും ഉപകാരപ്പെടണമെങ്കിൽ ഇത്തരം ആളുകൾ തമ്മിൽ സുഹൃബന്ധങ്ങൾ ഉണ്ടാകണം. ഇത് വേറൊരാളെ സുഹൃത്തായി സ്വീകരിച്ചാൽ കിട്ടൂല. ഇത് ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസാണ്. അതുപോലെ തന്നെ സദസ്സിൽ നല്ല മനുഷ്യന്മാരുമായി സഹവസിക്കുകയും അവരോടൊപ്പം കൂട്ടുകൂടുകയും അവരോടൊപ്പം ഇരിക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുക. ഇതും നേരത്തെ പലപ്പോഴും ഞാൻ ഇവിടെ തന്നെ സൂചിപ്പിച്ചൊരു ഹദീസ്, നീണ്ട ഹദീസുണ്ട്. അള്ളാഹുവിന്റെ ഭൂമിയിലെ സഞ്ചാരികളായ മലക്കുകൾ അള്ളാഹുവിന്റെ ആളുകളെ തെരഞ്ഞു നടക്കുകയാണ്. അങ്ങനെ ഒരു സദസ്സ് പള്ളിയിലെത്തുന്നു, സദസ്സിലെത്തുന്നു. അവിടെ നടക്കുന്ന കാര്യങ്ങൾ ആ കൂട്ടത്തിൽ കാണാം. മലക്കുകൾ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അള്ളാഹു പറയും, ഞാൻ അവർക്ക് പുറത്തു കൊടുത്തിരിക്കുന്നു. ഇതുപോലുള്ള സദസ്സ്, പള്ളിയിൽ ദീൻ പഠിക്കാൻ വേണ്ടി ഇരിക്കുന്ന സദസ്സ്. അപ്പം മലക്കുകൾ പറയും, ആ കൂട്ടത്തിൽ ഒരുത്തനുണ്ടല്ലോ, ലൈസ മിൻഹും, അവൻ ആ കൂട്ടത്തിൽപ്പെട്ട. ഇപ്പോൾ ഒരു ക്ലാസ് എടുക്കാൻ വിചാരിക്കുക. ഇതിപ്പോ നിർബന്ധമായിട്ട് എല്ലാവരും പങ്കെടുക്കേണ്ടത്, എല്ലാവരും വന്നതാണ്. ഒരു പഠന ക്ലാസ് നടക്കുന്നുണ്ട്, പഠിക്കണം, അത് നിർബന്ധമാണ്. അങ്ങനെ വന്നിരുന്ന ആളുകളുടെ കൂട്ടത്തിൽ വേറൊരാൾ കയറി വരികയാണ്. അയാൾ വന്നത് ക്ലാസ് കേൾക്കാനല്ല, വന്ന കൂട്ടത്തിൽ ഒരാളെ കാണാനുണ്ട്. ഒരു ഫ്രണ്ട് അല്ലെങ്കിൽ അയാളുടെ ആവശ്യമായി ബന്ധപ്പെട്ട ഒരാൾ ഈ സദസ്സിലുണ്ട് വിചാരിക്കുക, അല്ലെങ്കിൽ ഒരു ദീനി ക്ലാസ്സിലുണ്ട്, സദസ്സിലുണ്ട്. അപ്പൊ അയാൾ കയറി വന്ന് ഈ ഇടക്ക് കയറി സംസാരിക്കാൻ പറ്റില്ല. അപ്പൊ അയാള് സൗകര്യമാകുന്നത് വരെ ഈ കൂട്ടത്തിൽ ഇരുന്നു. അങ്ങനെ വന്ന ഒരുത്തനുണ്ട്. അയാൾ ദീൻ പഠിക്കാൻ വേണ്ടി വന്നതല്ല, അയാൾ വേറെന്തോ ഒരാവശ്യത്തിന് വേണ്ടി വന്നതാണ്. ഇന്നമാ ജാ അലി ഹാജ, അയാൾ വേറെ ഒരാവശ്യത്തിന് ആ കൂട്ടത്തിൽ ഇരുന്നു. അപ്പൊ എന്താ, മലക്കൾ എന്നാലും വന്നാക്കറിയാത്തോണ്ടാണോ? അല്ല, ഇക്കാര്യത്തിനല്ല, വേറെന്തോ കാര്യത്തിന് വന്ന ഒരുത്തൻ ഈ കൂട്ടത്തിലുണ്ട്. അള്ളാഹുവേ, അപ്പൊ അള്ളാന്റെ മറുപടി എന്താ? നമ്മളെപ്പോലെ സാർത്ഥത അള്ളാഹ്ക്കുണ്ടെങ്കിൽ ഓനെ ഒഴിവായിക്കളാന്നല്ല, ഓനെ പുറത്തുറുക്കില്ലെന്നല്ല. അള്ള പറയാൻ, ഹുമുൽ ഖൗമു, അവരാകുന്നു ജനത, ലാ യശ്ആ ബിഹിം ജലീസുഹും, അള്ളാഹുവിന്റെ ദിക്റിന്റെ സദസ്സിൽ പങ്കെടുക്കുന്ന, ദിക്ർ എന്ന് പറഞ്ഞാൽ ദിക്ർ ഹൽക്കയോ നൂറെ ഹബീബിന്റെ മജ്ലിസൊന്നല്ല, അള്ളാഹുവിനെ കുറിച്ച് പഠിക്കാനും ഓർക്കാനും അത്തരം ദീൻ പഠനത്തിന്റെ സദസ്സുകൾ, അതിൽ അവരാകുന്നു ആളുകൾ, അവരുടെ കൂടെ ഇരുന്നവൻ ലാ യസ്ആ, ദൗർഭാഗ്യവാനാവുകയില്ല. അപ്പൊ നല്ല മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ വേറെന്തോ കാര്യത്തിന് വേണ്ടി വന്നിരുന്നവനും ആ സദസ്സിന്റെ ബറക്കത്ത് കൊണ്ട് അതേ ഗുണം അയാൾക്കും കിട്ടി. ഇയാൾ അതിന് വന്നതല്ല, അയാൾ വേറെന്തോ കാര്യത്തിന് വന്നാണ്. അപ്പൊ അതാണ് നല്ല ആളുകളുമായി സഹവസിക്കുമ്പോഴുണ്ടാകുന്ന ദുനിയാവിലെയും ആഖിറത്തിലെയും ഇവിടെ അള്ളാഹു പാപം പുറത്തു കൊടുക്കുക എന്ന ഗുണം പോലും ഈ ആളുകൾക്ക് കിട്ടി. ഇത് അള്ളാഹുവിന്റെ ആളുകളെ തെരഞ്ഞു പോകുന്ന മലക്കുകൾ കണ്ടെത്തിയ ഒരു കൂട്ടം മനുഷ്യരെ കുറിച്ച് പറയുന്ന ഹദീസാണ്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇത്തരം ആളുകളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസല്ലല്ലാഹു അലാ മുഹമ്മദ് അല്ലദീ ബല്ലഗ റിസാലത വഅദ്ദൽ അമാന. നല്ല സുഹൃത്തുക്കളെ കുറിച്ച് പറഞ്ഞതുപോലെ തന്നെ ചീത്ത സുഹൃത്തുക്കളുമായുള്ള സഹവാസം പാടില്ല. അവരുമായി സഹവസിക്കുക എന്ന് പറയുന്നത് ഉപദ്രവം വരുത്തുന്ന കാര്യങ്ങളാണ് എന്ന് ഖുർആൻ താക്കീത് നൽകിയിട്ടുണ്ട്. സൂറത്തു സ്വാഫാത്തിലെ 22-ാമത്തെ ആയത്തിൽ സ്വർഗത്തിൽ നല്ലവരെയും ഒരുമിച്ച് കൂട്ടുന്നത് പോലെ നരകത്തിലും അങ്ങനെ തന്നെ ഒരുമിച്ച് കൂട്ടുക. ഉഹ്സുറുല്ലദീന ളലമു വഅസ്വാജഹും, അല്ലാഹു മലക്കളോട് പറയാണ്, നിങ്ങൾ ലാലിമുകളായ അക്രമികളായ ആളുകളെ ഒരുമിച്ച് കൂട്ടുക. വഅസ്വാജഹും, ഇവിടെ അസ്വാജ് എന്ന് പറഞ്ഞാൽ ഭാര്യമാരെ ഭർത്താക്കന്മാരെ എന്നല്ല, ദുഷ്ടന്മാരായ അക്രമികളായ മനുഷ്യന്മാരെയും അവരുടെ ഇണകളെയും എന്ന് പറഞ്ഞാൽ അവരുടെ കൂട്ടുകാരെയും. അപ്പൊ നമ്മുടെ ഒരു സുഹൃത്ത് നരകത്തിൽ പോയി എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഒരുത്തൻ നരകത്തിൽ പോയി, അവന്റെ കൂടെ ആരുണ്ടാവും? അവന്റെ സുഹൃത്തും അതേ തരത്തിൽപ്പെട്ട ആളുകൾ ഉണ്ടാവും. കാരണം ഇവനും ആ കൂട്ടത്തിലേക്ക് മാറി. അപ്പോ അക്രമം ചെയ്തവരെയും അവരെ പോലുള്ള അവർക്ക് തുല്യമായ കൂട്ടുകാരെയും ആളുകളെയും നിങ്ങൾ ഒരുമിച്ച് കൂട്ടൂ എന്ന് മലക്കുകളോട് അള്ളാഹു പറയും. അതുപോലെ സൂറത്തുൽ അറാഫിൽ കാണാം, ആളുകൾ നരകത്തിലേക്ക് അങ്ങനെ വന്ന് ചാടിക്കൊണ്ടിരിക്കുന്നു. ഓരോ സമൂഹവും വരുമ്പോൾ നേരെ മുന്നേ വന്ന ആളുകളെ ശപിക്കും. അതെന്തിനാ ശപിക്കുന്നത്? ഒരു കൂട്ടം ആളുകൾ നരകത്തിലെത്തി, പിന്നെ ഒരു കൂട്ടർ വരികയാണ്. അപ്പൊ രണ്ടാമത്തെ കൂട്ടർ ആദ്യം വന്ന കൂട്ടരെ ശപിക്കുന്നു. കാരണം അത് നമ്മളെ മുന്നേ വന്ന ടീമാണ്. ഈ ആളുകളാകുന്നു ഞങ്ങളെ പിഴപ്പിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് ഓരോ ടീമും മുന്നേ വന്ന ടീമിനെ ശപിച്ചുകൊണ്ടിരിക്കും. എന്ന് പറഞ്ഞാൽ നമ്മുടെ മുൻ തലമുറക്കാർ, അല്ലെങ്കിൽ നമ്മൾ ആരെ സുഹൃത്തുക്കളും കൂട്ടാളികളുമായി സ്വീകരിച്ചുവോ അങ്ങനെ ഓരോരുത്തരും മുന്നേയുള്ള ആളുകളെ ശപിച്ചുകൊണ്ടിരിക്കുന്നു. മാത്രമല്ല, ഇവരാകുന്നു ഞങ്ങളെ പഴപ്പിച്ചത് എന്നവർ പറയും. ഇരട്ടി ശിക്ഷ കൊടുക്കൂ. നേരത്തെ പറഞ്ഞു ആ കാര്യം. സൂറത്ത് അറാഫിലെ 38-ാമത്തെ വചനം, യഖൂലുൽ ലദീന ഇസ്തുദഈഫൂ ലില്ലദീന ഇസ്തക്ബറൂ ലൗലാ അൻതും ലകുന്നാ മുഅ്മിനീൻ. വേറൊരു സംസാരം എന്താ? ദുർബലരായി ഗണിക്കപ്പെട്ട സാധുക്കളെന്ന് ഗണിക്കപ്പെടുന്ന, അല്ലെങ്കിൽ അവർ മനസ്സിലാക്കിയ ആളുകൾ, അഹങ്കാരികളായ അവരുടെ നേതാക്കന്മാരും കൂട്ടുകാരും സുഹൃത്തുക്കളുമായിരുന്ന ആളുകളെ കുറിച്ച് അള്ളാഹിനോട് പറയും, ഈ ആളുകൾ ഇല്ലായിരുന്നുവെങ്കിൽ, എന്റെ ഇന്നാലിന്റെ സുഹൃത്തുക്കൾ ഇല്ലായിരുന്നുവെങ്കിൽ
ഈ നേതാക്കന്മാരില്ലായിരുന്നുവെങ്കിൽ ഞങ്ങൾ വിശ്വാസികളാകുമായിരുന്നു. അപ്പൊ ഞങ്ങളെ പഴപ്പിച്ചത്, ഞങ്ങളെ നരകത്തിലേക്ക് എത്തിച്ചത് ഈ നേതാക്കന്മാരും ഞങ്ങളെ സുഹൃത്തുക്കളുമാണ് എന്നവിടെ വെച്ച് പരിതപിക്കും. ഒരു രക്ഷയില്ല. സൂറത്ത് സബ് 31-ാമത്തായത്. സൂറത്ത് ഇബ്രാഹിം 21-ാമത്തായത്. ഇന്നാ കുന്നാ ലക്കും തബഅൻ, ഞങ്ങൾ നിങ്ങളുടെ അനുയായികളായിരുന്നു. ഫഅലന്തും മുഗ്നൂന അന്നാ, ഞങ്ങൾ നിങ്ങളെ അനുയായികളായി നിങ്ങളെ കൂടെ കൂടിയ ആൾക്കാരാണല്ലോ. നേതാക്കന്മാരോടും മൗലവിമാരോടും മുസ്ലിയാക്കന്മാരോടും പണ്ഡിതന്മാരോടും പഴപ്പിക്കുന്ന ആളുകളോടൊക്കെ അവരെ കണ്ട് പിഴച്ച പിൻഗാമി അനുയായികളായ ആളുകൾ പറയും, ഞങ്ങൾ നിങ്ങളുടെ അനുയായികളായിരുന്നു, ഞങ്ങൾക്ക് അല്ലാഹുവിന്റെ ശിക്ഷയിൽ നിന്ന് വല്ല നേട്ടവും വല്ല രക്ഷയും ഉണ്ടാക്കിത്തരാൻ നിങ്ങൾക്ക് കഴിയുമോ? പറ്റുമോ? ഇല്ല, ഒരാൾക്കും കഴിയില്ല. നഫ്സി നഫ്സിയൻ ലാ തജ്സി നഫ്സുൻ അൻ നഫ്സിൻ ശൈഅ, ഒരാൾക്കും മറ്റൊരാൾക്ക് യാതൊരു ഉപകാരം ചെയ്യാൻ സാധിക്കുകയില്ല. അപ്പൊ ഇങ്ങനെയുള്ള അവസ്ഥ പരലോകത്തുണ്ടാകുമെന്നാണ്. സ്വർഗത്തിലുള്ള ആളുകൾ പറയും, മാലന ലാനറാ റിജാലൻ, എവിടെ പോയി? നേരത്തെ പറഞ്ഞത് ഞങ്ങളെ കൂട്ടത്ത് കുറച്ച് ആൾക്കാരുടെ പോലെ കാണില്ല, ഓല് ഈമാനുണ്ട്, നിസ്കാരമുണ്ട്, നോമ്പുണ്ട്, പക്ഷെ കുറച്ച് തിന്മ അധികം ചെയ്തുപോയി, അവരെ ശുപാർശ കൊണ്ടുവരുന്നു. എന്നാൽ വേറൊരു കൂട്ടം ആളുകൾ, ഞങ്ങൾ കുറച്ച് ആളുകൾ ഉണ്ടായിരുന്നു, ആ ആളുകൾ ദുഷ്ടന്മാരാണ് എന്നാണ് ഞങ്ങൾ വിചാരിച്ചിരുന്നത്. ഇത്തഖദനാഹും സിഹ്രിയൻ, എന്നാൽ ആ ദുഷ്ടന്മാരാണെന്ന് ഭൂമിയിൽ ആരെക്കുറിച്ച് വിചാരിച്ചുവോ ആ ദുഷ്ടന്മാരായി ഗണിക്കപ്പെട്ടവർ സ്വർഗത്തിലെത്തി. ഞങ്ങളാണ് മെച്ചപ്പെട്ടവർ എന്ന് വിചാരിച്ചവർ അപ്പുറത്ത് നരകത്തിലുണ്ട്. അപ്പൊ ഞങ്ങൾ അവരെ കാണുന്നില്ല, ഞങ്ങളെ കണ്ണിന് വല്ല ദൃഷ്ടിക്ക് വല്ല തകരാറും സംഭവിച്ചുവോ? അങ്ങനെ അവരെ എത്തി നോക്കുന്നു. ഈ കാര്യങ്ങളൊക്കെ ഖുർആൻ പറയുന്നുണ്ട്. അവിടെ കാണാം, ഇത് നമ്മളെ മോശക്കാരായി കണ്ടവർ, ഞങ്ങൾ നല്ലവരാണെന്ന് വിചാരിച്ചവർ അപ്പുറത്ത് നരകത്തിൽ, നമ്മൾ മോശക്കാരാണെന്ന് വിചാരിച്ചവർ ഇപ്പുറത്ത് സ്വർഗത്തിൽ. എന്നിട്ട് അവരെ തമ്മിൽ അന്നങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ്. അവർ തമ്മിലുള്ള സംസാരം. ഇതൊക്കെ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിൽ നിന്നൊക്കെ ശരിയായ സുഹൃത്തുക്കളെ സ്വീകരിക്കുക. ഇത് പ്രത്യേകിച്ച് കഴിഞ്ഞ ആഴ്ച പറഞ്ഞ പോലെ തന്നെ കുറെ കുട്ടികളുണ്ട്, പഠിക്കുന്ന ആളുകളുണ്ട്. സ്കൂളിലും കോളേജിലൊക്കെ പോയാൽ കൂട്ടുകൂടുക എന്നത് സ്കൂൾ തന്നെ പരിപാടിയുണ്ട്. സുഹൃത്തുക്കളെ തെരഞ്ഞെടുക്കുക. ആചാരപ്പട്ടികയിൽ നമ്പർ ഇട്ടിട്ട് നറുക്കിട്ടിട്ട് ആണും പെണ്ണൊന്നും വ്യത്യാസമല്ല. ആണിന്റെ സുഹൃത്ത് പെണ്ണായിരിക്കും, പെണ്ണിന്റെ സുഹൃത്ത് ആണായിരിക്കും. ഇത് സ്കൂൾ നടത്തുന്ന പരിപാടിയാ. അപ്പൊ കോളേജിലുണ്ടാ മതി. അപ്പോ പെണ്ണാണ്, എങ്ങനെ ഒരാണിനെ പോലെ സുഹൃത്തായി പെണ്ണിനെ സ്വീകരിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ അതൊന്നും നോട്ടല്ല അവിടെ. ഇങ്ങനെ ഇത്തരം മേഖലകളിൽ കുട്ടികൾ, മുതിർന്നവരും അല്ലാത്തവരുമൊക്കെ നല്ല ഈമാനും അമലുസ്സാലിഹാത്തും സൽസ്വഭാവമുള്ള ആളുകളെ സുഹൃത്തുക്കളായി സ്വീകരിക്കുക. എങ്കിൽ ദുനിയാവിലും ആഖിറത്തിലും ഉപകാരപ്പെടും. മറ്റവരെ വിടിയുക, അതല്ലെങ്കിൽ അവർക്കുണ്ടാകുന്ന ദുരനുഭവവും ശിക്ഷയും നമ്മളും അനുഭവിക്കേണ്ടി വരും. അള്ളാഹു ഇത് രണ്ടും സൂക്ഷിച്ച് ജീവിക്കുന്ന യഥാർത്ഥ സുഹൃത്തുക്കളെ, നഷ്ടം സംഭവിക്കാത്ത മുത്തഖികളായ അഖില്ല സുഹൃത്തുക്കളുടെ കൂട്ടത്തിൽ